മോർണിംഗ്. നമ്മൾ പുതിയൊരു മാസത്തിലേക്കും പുതിയൊരു സാമ്പത്തികമായ മാറ്റങ്ങളിലേക്കും ഒക്കെ കടക്കുകയാണ്. ഇന്ന് ഏപ്രിൽ 1 ബുധനാഴ്ചയാണ്. മീനം 18 തീയതിയാണ്. ഒരുപാട് മാറ്റങ്ങളുടെ തുടക്കം കുറിക്കുന്ന ഒരു ദിവസമാണ്. ഒരുപാട് വാർത്തകൾ വരുന്നു. ഇന്നലെ രാത്രിയും നീണ്ടുപോയ സംവിധായക രഞ്ജിത്തിന്റെ അറസ്റ്റും അതേ തുടർന്നുള്ള നടപടികളും ഇപ്പോഴും ആശുപത്രിയിൽ രഞ്ജിത്ത് തുടരുകയാണ്. ആ കേസിന്റെ വിശദാംശങ്ങൾ, ഒപ്പം യുദ്ധവുമായി ബന്ധപ്പെട്ട ആക്രമണങ്ങൾ തുടരുന്നു ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് നേരെ. അതിന്റെ അപ്ഡേറ്റ്സ് ഉണ്ട്. ഇലക്ഷനുമായി ബന്ധപ്പെട്ട ചൂട് പിടിച്ച വാർത്തകളുണ്ട്. അങ്ങനെ എല്ലാം പരിശോധിക്കാൻ വിശദമായി. ന്യൂസ് ബ്രേക്സ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. പീഡന പരാതിയിൽ സംവിധായകൻ രഞ്ജിത്ത് അറസ്റ്റിൽ. ലൈംഗിക പീഡന കേസിൽ അറസ്റ്റിലായ സംവിധായകൻ രഞ്ജിത്ത് എറണാകുളം ജനറൽ ആശുപത്രിയിൽ തുടരുകയാണ്. രഞ്ജിത്തിന് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളില്ലെന്ന് ഡോക്ടേഴ്സിന്റെ വിശദീകരണം വന്നിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്നാണ് രഞ്ജിത്തിന്റെ മൊഴി. രഞ്ജിത്തിനെതിരെ തെളിവുകളുണ്ടെന്ന് അന്വേഷണ സംഘം. സംഭവ സമയത്ത് സിനിമാ ലൊക്കേഷനിലുണ്ടായിരുന്നവരെ വിശദമായി ചോദ്യം ചെയ്യും. വിപിൻ സി വിജയൻ എറണാകുളം ജനറൽ ആശുപത്രിയിൽ നിന്ന് ചേരുന്നു. വിപിൻ, ഇന്നലെ കസ്റ്റഡിയിലെടുത്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു ചെയ്ത്. രക്തസമ്മർദ്ദം ഉയർന്നു, അത് കുറയുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു. മറ്റാരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ രഞ്ജിത്തിന്? അത് സംബന്ധിച്ച് എന്താണ് ഡോക്ടേഴ്സും പോലീസും നൽകുന്ന വിവരം? ഗുഡ് മോർണിംഗ് ഗോകുൽ, ക്രിസ്റ്റീന. സിനിമാ മേഖലയെ തന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു അറസ്റ്റാണ് ഇന്നലെ രാത്രി ഉണ്ടായിരിക്കുന്നത്. നടനും സംവിധായകനുമായിട്ടുള്ള രഞ്ജിത്ത് അറസ്റ്റിലായിരിക്കുന്നു. അതിനുശേഷം ഏകദേശം ഒരു 1:15 കൂടിയാണ് കൊച്ചിയിലേക്ക് കൊണ്ടുവരുന്നത്. തൊടുപുഴയിൽ വെച്ചായിരുന്നു ഈ അറസ്റ്റ് ഉണ്ടായത്. അതിനുശേഷം കൊച്ചിയിലേക്ക് എത്തിച്ച സമയത്ത് തന്നെ വൈദ്യപരിശോധനയ്ക്കായി ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ഈ സമയത്താണ് ഉയർന്ന രക്തസമ്മർദ്ദം കാണിച്ചത്. ഈ ഉയർന്ന രക്തസമ്മർദ്ദത്തിന് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടുന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടില്ല. ഉയർന്ന രക്തസമ്മർദ്ദവും ഒപ്പം തന്നെ ECGയിൽ വേരിയേഷൻ, ഇത് രണ്ടുമാണ് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ പരിശോധനയ്ക്കായി ഇവിടെ തന്നെ ചികിത്സ തുടരുകയും ചെയ്യുന്നത്. ഇനി മറ്റ് ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പോലീസ് അറിയിക്കുകയും ചെയ്യുന്നത്. ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർ അത് തന്നെയാണ് ഇപ്പോൾ പറയുന്നത്. മറ്റൊന്നുള്ളത്, ECG ഉൾപ്പെടെയുള്ളവ എടുക്കാനുണ്ട്. അതായത് ബ്രെയിനിൻ്റെ ECG ഉൾപ്പെടെ എടുക്കും എന്നുള്ളതാണ് അറിയുന്നത്. അങ്ങനെ ഈ രക്തസമ്മർദ്ദം താഴുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ രഞ്ജിത്ത് നേരിടുന്നൊരു ഒരു പ്രശ്നമുള്ളത്. അതാണ് ഡോക്ടർമാർ അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ 5 മണിക്കൂറായി ജനറൽ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ കഴിയുകയാണ് രഞ്ജിത്ത്. ഇനി ഇതിന് ശേഷം ഇങ്ങോട്ടേക്ക് മജിസ്ട്രേറ്റ് വരാനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. കാരണം ആദ്യം കൊച്ചിയിലെ തന്നെയുള്ള വനിതാ പോലീസ് സ്റ്റേഷനിലായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ അങ്ങോട്ടേക്ക് കൊണ്ടുവരുമെന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ മനസ്സിലായത്. പക്ഷേ അതിനുശേഷം ഈ രക്തസമ്മർദ്ദമൊക്കെ കാണിച്ചതിനെ തുടർന്ന് വേരിയേഷൻ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ മജിസ്ട്രേറ്റ് ഇങ്ങോട്ടേക്ക് വന്ന് മറ്റ് നടപടികൾ പൂർത്തിയാക്കുകയായിരിക്കുമോ ഉണ്ടാവുക എന്നുള്ളതാണ് അറിയാനുള്ളത്. എന്തായാലും ഇന്നലെ ഏകദേശം 9-10 മണിയോടുകൂടിയായിരുന്നു തൊടുപുഴയിൽ വെച്ച് സംവിധായകൻ രഞ്ജിത്ത് അറസ്റ്റിലാവുന്നത്. ഇത് ജനുവരി 8 തീയതി നടന്നിട്ടുള്ള ഒരു ലൈംഗിക അതിക്രമ പരാതിയാണ്. അത് ഫോർട്ട് കൊച്ചിയിൽ വെച്ചിട്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമയുടെ ഷൂട്ടിൽ വെച്ച് ആയിരുന്നു ഇങ്ങനെ ഒരു ലൈംഗിക അതിക്രമ പരാതി ഉയരുന്നത്. കാരവനിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഈ പരാതിയുടെ ഒരു സ്വഭാവമുള്ളത്. അതിനുശേഷം അവിടെ തന്നെ ഇന്റേണൽ കംപ്ലൈൻറ്റ് കമ്മിറ്റിക്ക് ഈ പരാതി നൽകുകയും അതിൽ അന്വേഷണം നടക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ കാര്യമായിട്ടൊരു പുരോഗതി കാണാത്തത് കൊണ്ടായിരിക്കാം പിന്നീട് ആ പരാതി DGPക്ക് കൈമാറുകയായിരുന്നു. ഈ പെൺകുട്ടി DGPക്ക് പരാതി നൽകിയതിന് ശേഷം അത് കൊച്ചിയിലെ കമ്മീഷണർക്ക് കൈമാറുന്നു. അതിനുശേഷം DCP ജിജിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പ്രാഥമികമായി അന്വേഷിക്കുകയും അതിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് വളരെ രഹസ്യ സ്വഭാവത്തോടു കൂടി അതൊരു അറസ്റ്റിലേക്ക് എത്തിക്കുകയും ചെയ്തിരിക്കുന്നത്. മാർച്ച് 27-നാണ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്നത്. അന്നു മുതൽ തന്നെ പോലീസിൻ്റെ ഒരു സർവൈലൻസിൽ ഒരു റഡാറിലായിരുന്നു രഞ്ജിത്ത് എന്നുള്ളതാണ്. അങ്ങനെ കോട്ടയത്ത് നിന്ന് പോലീസ് പിന്തുടരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയ ശേഷം തൊടുപുഴയിലേക്ക്, ഒരുപക്ഷെ കട്ടപ്പനയിലുള്ള സുഹൃത്തിൻ്റെയൊക്കെ വീട്ടിലേക്ക് അവിടുന്ന് പോകുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമം രഞ്ജിത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയായിരുന്നു. ഈ സിനിമാ സെറ്റിൽ തന്നെയുള്ള താരങ്ങൾക്കൊപ്പമായിരുന്നു തൊടുപുഴയിലേക്ക് പോകാതിരുന്നത്. ഈ സമയത്ത് കാർ തടഞ്ഞു നിർത്തുകയും അതിൽ നിന്ന് പുറത്തിറക്കി അറസ്റ്റ് രേഖപ്പെടുത്തുകയുമായിരുന്നു. ഇവിടെ നിന്നും, അതായത് തൊടുപുഴയിലേക്ക് കൊച്ചിയിൽ നിന്നുള്ള പോലീസ് പോയി അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു. ഇനി മറ്റ് നടപടികൾ, അതായത്
രഞ്ജിത്ത് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ഇത് നിഷേധിക്കുകയാണ്, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ അന്വേഷണ സംഘം അത് വിശ്വാസത്തിലെടുത്തിട്ടില്ല. അപ്പോൾ കൂടുതലായിട്ട് സിനിമാ മേഖലയുടെ സെറ്റിലുകളിലേക്ക് ഈ ഒരു പരിശോധന നീളാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തും. അങ്ങനെ എന്താണ് ഇതിൽ സംഭവിച്ചത് എന്നുള്ളതിൽ കുറച്ചുകൂടി വ്യക്തത പോലീസ് എടുക്കും എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് രഞ്ജിത്തിന്റെ ഒരു പ്രാഥമിക മൊഴി എന്നുള്ളതും ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നു. ഇതിനു മുൻപ് ഇത്തരത്തിൽ സമാന രീതിയിലുള്ള 2 പരാതികൾ രഞ്ജിത്തിനെതിരെ ഉയർന്നാണ് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം അത് കോടതി ആ കേസുമായി ബന്ധപ്പെട്ട് റദ്ദാക്കിയിരുന്നു. ഒരു ബംഗാളി നടിയുടെ ഒരു പരാതി ഉണ്ടായിരുന്നു. പിന്നീട് അവർ തന്നെ അതിന് കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നൊക്കെ അറിയിച്ചതിനെ തുടർന്ന് പിന്നീട് അത് കോടതിയിൽ നിന്ന് തന്നെ കോഷ് ചെയ്ത് പോയതാണ്. ഇപ്പോഴത്തെ 3ാമത് ഒരു ലൈംഗിക അതിക്രമ പരാതി ഉയരുന്നു എന്നുള്ളതാണ്. തടഞ്ഞു വെക്കലൊപ്പം തന്നെ ലൈംഗിക അതിക്രമ വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് ഇപ്പോൾ പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. നോർത്ത് വനിതാ പോലീസ് സ്റ്റേഷനിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പക്ഷേ പോലീസ് സ്റ്റേഷനിലേക്ക് രഞ്ജിത്തിനെ എത്തിച്ചിട്ടില്ല. അതിനു മുൻപ് തന്നെ വൈദ്യപരിശോധനയ്ക്കായി ഇങ്ങോട്ട് ജനറൽ ആശുപത്രിയിലേക്ക് കയറ്റിയ സമയത്താണ് ഈ ഉയർന്ന രക്തസമ്മർദ്ദവും ECGയിൽ വേരിയേഷനും കാണുകയും ഇവിടെ കിടത്തുകയും ചെയ്തിട്ടുള്ളത്. മറ്റ് നടപടികൾ ഇനി ഈ ആശുപത്രിയിൽ തന്നെ വെച്ചിട്ടായിരിക്കുമോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി ഏറ്റവും നിർണായകമായിട്ടുള്ളത്. ഒപ്പം നമുക്കറിയാം തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിയിൽ എത്തി നിൽക്കുന്ന ഒരു ഘട്ടമാണ്. ഒരു ഇടതുപക്ഷ സഹയാത്രികനൊക്കെ ആയിട്ടുള്ള രഞ്ജിത്ത്, ചലച്ചിത്ര അക്കാദമി ആയിരുന്ന രഞ്ജിത്ത് സ്ഥാനമൊക്കെ പിന്നീട് നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു രാഷ്ട്രീയ വിഷയം കൂടിയായി ഉയർന്നു വരാനുള്ളൊരു സാധ്യത നിലനിൽക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് പോലീസ് വളരെ രഹസ്യമായി 2 ദിവസം കൊണ്ട് തന്നെ ഈ പെൺകുട്ടിയുടെ രഹസ്യമൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തിക്കൊണ്ട് അതിൽ കഴമ്പുണ്ടെന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെ അറസ്റ്റ് നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിട്ടുള്ളത്. ഗൂഗിൾ ഇത് ക്യാരവാനിൽ വെച്ച് നടന്ന ഒരു സംഭവമാണ് എങ്കിൽ തന്നെയും മാനഭംഗം, ലൈംഗികാതിക്രമം, അശ്ലീല ആംഗ്യം കാണിക്കൽ, തടഞ്ഞുവെക്കൽ ഈ വകുപ്പുകളൊക്കെ ചുമത്തിയിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. പക്ഷേ ഇതിനൊക്കെ തെളിവുകൾ ശേഖരിക്കുക എന്നതിൽ ചില പ്രയാസങ്ങളുണ്ട്. എന്നാൽ സഹപ്രവർത്തകരുടെയൊക്കെ മൊഴിയെടുക്കാനാകും. ഇതിൽ എത്ര സഹപ്രവർത്തകർ മൊഴി നൽകാൻ തയ്യാറാകും എന്ന ചോദ്യമുണ്ട്. മാത്രവുമല്ല ഇവിടെ മുൻപ് നൽകിയിരുന്ന അല്ലെങ്കിൽ മുൻപ് വന്നിരുന്ന 2 ആരോപണങ്ങൾ കൂടിയുണ്ടല്ലോ. ഇതൊക്കെ ഈ കേസിൽ എത്രത്തോളം നിർണായകമാകും? ക്രിസ്റ്റീന, ജനുവരി 8-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. ഫോർട്ട് കൊച്ചിയിലെ ഒരു കാരവനിൽ വെച്ച് ഇത്തരത്തിലുള്ളൊരു അതായത് കാരവനിലേക്ക് ഒരു ഡിസ്കഷന് വേണ്ടി വിളിച്ചു വരുത്തി അവിടുന്ന് ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഈ പരാതിയുടെ ഒരു കാതൽ. പക്ഷേ ഇങ്ങനെ ഒരു പരാതി പൂർണ്ണമായും നിഷേധിക്കുകയാണ് രഞ്ജിത്ത്. അപ്പോൾ അവിടെ അത് ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റിക്ക് പരാതി കൊടുക്കുകയും ICC അത് ചർച്ച ചെയ്യുകയും ചെയ്തു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗൗരവം വളരെ കൂടുതലാണ്. കാരണം അങ്ങനെ ഒരു പരാതി ലഭിച്ചിട്ടും എത്രത്തോളം ഒരു നടപടി അവിടെ നിന്നുണ്ടായി എന്നുള്ളതുണ്ട്. ഒരു പക്ഷേ അതിൽ വേണ്ടത്ര ഒരു നടപടി ഉണ്ടാകാത്തത് കൊണ്ടായിരിക്കാം പിന്നീട് DGPക്ക് ആ പരാതി കൈമാറുകയും അതൊരു പോലീസ് നടപടിയായി തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളത് ആ പെൺകുട്ടി തീരുമാനിക്കുകയും ചെയ്തതിൻ്റെ ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു കാര്യം. പിന്നീട് ഇപ്പോൾ ക്രിസ്റ്റീന പറഞ്ഞതുപോലെ തന്നെ ഇതിന് മുൻപ് 2 കേസുകൾ ഉയരുന്നു. ഒന്ന് ബംഗാളി നടിയുടെ ഒരു പരാതി വരുന്നു. നമുക്കറിയാവുന്നതുപോലെ തന്നെ വലിയ രീതിയിൽ ഒരു ബോംബ് പൊട്ടുന്ന പോലെ തന്നെയായിരുന്നു സിനിമാ മേഖലയിൽ മീട്ടു ആരോപണങ്ങൾ തുടരെ വരുന്നു. അതിൽ രഞ്ജിത്തിനെതിരെയും ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. 2 ആരോപണങ്ങൾ പ്രധാനമായും വന്നു. പിന്നീട് അത് കോടതി നടപടികളിലൊക്കെ എത്തി അത് റദ്ദാക്കുകയായിരുന്നു. അതിൽ നിന്ന് അവർ പിന്മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പരാതി നൽകിയവർ പിന്മാറുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ 3ാമത്തെ കേസാണ് ലൈംഗിക അതിക്രമ പരാതിയിൽ എടുത്തിരിക്കുന്നത്. ഇതിന് ഇനിയിപ്പോൾ തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ പെൺകുട്ടി വളരെയേറെ ട്രോമ അനുഭവിച്ചിരുന്നു. ആ ഒരു ഘട്ടത്തിൽ വലിയ ട്രോമ അനുഭവിച്ചിരുന്നു. മാനസികമായിട്ടുള്ള സംഘർഷം അനുഭവിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഒത്തുതീർപ്പില്ലാത്ത രീതിയിൽ ഒരു രഹസ്യ സ്വഭാവത്തിലേക്ക് അതിൻ്റെ മറ്റ് നടപടികളൊക്കെ പോയത്. കാരണം ഒരു മുൻകൂർ ജാമ്യം എടുക്കാനോ അല്ലെങ്കിൽ ഈ കേരളത്തിൽ നിന്ന് മാറാനോ ഒന്നുമുള്ള ഒരു സാവകാശം നൽകാത്ത ഒരു നടപടി ഈ ഘട്ടത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ ഈ പെൺകുട്ടി അത്രയും മാനസികമായിട്ടൊരു സംഘർഷം അനുഭവിച്ചിരുന്നു എന്നുള്ളത് അവരുടെ രഹസ്യമൊഴിയിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവാം. ഒരു പക്ഷേ അതുകൊണ്ടുകൂടിയായിരിക്കാം വളരെ വേഗത്തിലുള്ള ഒരു നടപടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഇനി മറ്റ് തെളിവുകൾ ശേഖരിക്കണമെങ്കിൽ ഈ സിനിമാ സെറ്റിലുള്ളവരെയൊക്കെ ചോദ്യം ചെയ്യുകയും അതിൽ കുറച്ചുകൂടി ഒരു വ്യക്തത പോലീസിന് വരുത്തുകയും ചെയ്തു. ഇപ്പോൾ ഈ പരാതി നിഷേധിച്ച ഒരു സാഹചര്യത്തിൽ അതിൻ്റെ ഒരു നടപടികളിലേക്ക് പോലീസ് കടക്കും എന്നുള്ളതാണ്. പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. ഉദയംപേരൂർ SHOയ്ക്കാണ് അതിൻ്റെ അന്വേഷണ ചുമതലയുള്ളത്. ഒപ്പം തന്നെ നോർത്ത് വനിതാ പോലീസ് സ്റ്റേഷനിലാണ് ഈ കേസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. DCPക്കാണ് അശ്വതി ജിജിക്കാണ് പ്രത്യേക അന്വേഷണ ചുമതലയും നൽകിയിരിക്കുന്നത്. അങ്ങനെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഗൗരവമായിട്ടുള്ള ദ്രുതഗതിയിലുള്ള ഒരു ഇടപെടൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അവിടേക്ക് നമുക്കറിയാവുന്ന പോലെ തന്നെ ഇന്നലെ രാത്രി തന്നെ ഒരു പക്ഷേ കോടതിയിൽ ഹാജരാക്കാനുള്ള ഒരു സാധ്യത, മജിസ്ട്രേറ്റ് മുൻപിൽ ഹാജരാക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. അതിനിടയിലാണ് പെട്ടെന്ന് രക്തസമ്മർദ്ദവും ECG വേരിയേഷൻ കാണുകയും രഞ്ജിത്തിനെ ഇവിടേക്ക് എത്തിക്കുകയും
ചെയ്തിരിക്കുന്നത്. മറ്റ് നടപടികൾ ഒരു പക്ഷേ ആശുപത്രിയിൽ വെച്ചായിരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. എന്തായാലും സിനിമാ മേഖലയിൽ നിന്ന് കൂടുതൽ പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും എന്നുള്ളതും തീർച്ചയാണ്. സംവിധായകരുടെ സംഘടനയിൽ ഫെഫ്കയിലും അതുപോലെ തന്നെ അമ്മയിലുമൊക്കെ സജീവ ഒരു മെമ്പറായി നിൽക്കുന്ന ഒരാളാണ് കൂടിയാണ് രഞ്ജിത്ത്. മലയാള സിനിമയിലെ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു സംവിധായകനാണ്. ഇപ്പോൾ മൂന്നാമത്തെ പരാതിയിൽ അത് അറസ്റ്റിലേക്ക് എത്തിയിരിക്കുന്നു, അറസ്റ്റ് ചെയ്തിരിക്കുന്നു. പോലീസിന്റെ ഭാഗത്തുനിന്ന് വളരെ രഹസ്യമായിട്ട് തന്നെ അതിൻ്റെ എല്ലാ നടപടികളും ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമുള്ള ഒരു കാര്യം. അതും ഒരു തിരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രചാരണ മൂർധന്യാവസ്ഥയിലും. ക്രിസ്റ്റീന. തീർച്ചയായും വിപിൻ, മുമ്പ് കഴിഞ്ഞ വർഷം ഏതാണ്ട് മാർച്ചിൽ തന്നെയാണ് രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്യുന്നതും അങ്ങനെ പോലീസിന്റെ കസ്റ്റഡിയിലാവുന്നതും ഒക്കെ. അതിനു മുമ്പ് തന്നെ അദ്ദേഹത്തിന് ഈ ആരോപണങ്ങൾ ഉയർന്നതിനെ തുടർന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രാജിവെക്കേണ്ടി വന്നു. അപ്പോഴെല്ലാം ആ ഘട്ടത്തിലും ഇടതുപക്ഷ നേതാക്കൾ ഈവൻ നമ്മുടെ സാംസ്കാരിക മന്ത്രി അടക്കം രഞ്ജിത്തിനെ പ്രശംസിച്ചതൊക്കെ ഒരു ഘട്ടം വിവാദവുമായതാണ്. ഇപ്പോൾ കൂടുതൽ കേസ് വരുന്നു, അല്ലെങ്കിൽ പുതിയൊരു പരാതി വരുന്നു. ഈ വിവാദങ്ങൾ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകൾ, അതിൻ്റെ വിവാദങ്ങളൊന്നും കെട്ടടങ്ങിയ സമയത്താണ് ഇപ്പോൾ വീണ്ടും ഒരു പരാതി വരുന്നത്. ഇത് സിനിമാ മേഖലയിൽ ഉണ്ടാക്കുന്ന ഞെട്ടൽ ചില്ലറയല്ല. അതെ, തീർച്ചയായിട്ടും ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ഈ മീട്ടു ആരോപണങ്ങൾ തുടരെ വന്ന ഒരു സമയം നമുക്ക് ഓർമ്മയുണ്ട്. അന്ന് രഞ്ജിത്തിനെതിരെ പരാതി ഉയരുകയും ആ പരാതിയിൽ വേണ്ടത്ര നടപടികളില്ല, അതൊരു മെല്ലെപ്പോക്കിലേക്ക് മാറുന്നു എന്നുള്ളത് പലതവണ വിമർശനത്തിന് ഇടയാക്കിയതാണ്. ഏറെ ഒരു കോലിളക്കം സൃഷ്ടിച്ച, ഏറെ വിവാദമായതിനു ശേഷമാണ് ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് തന്നെ രഞ്ജിത്തിനെ മാറ്റി നിർത്തിയത്. അത് രഞ്ജിത്ത് വെല്ലുവിളിക്കുകയും പിന്നീട് അതിനെതിരായിട്ട് വരികയും അങ്ങനെ അവസാന നിമിഷത്തിൽ മാത്രമാണ് അദ്ദേഹത്തെ മാറ്റാൻ സർക്കാർ തയ്യാറായത്. പക്ഷേ ഇപ്പോഴൊരു തിരഞ്ഞെടുപ്പിൻ്റെ സമയമാണ്. അതുകൊണ്ട് തന്നെ അത് കൂടുതലായി വലിയ വിവാദങ്ങളിലേക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളത് കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കാം സർക്കാരിൻ്റെ ഒരു ദ്രുതഗതിയിലുള്ള നടപടി, അത് പോലീസിനെ ഉപയോഗിച്ചുള്ള വളരെ ദ്രുതഗതിയിലുള്ള ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. ഒരു ഇടത് സഹയാത്രികൻ എന്ന് പറയുമ്പോൾ പോലും അദ്ദേഹം വളരെ സജീവമായി തന്നെ പാർട്ടി വേദികളിൽ എത്തിയിട്ടുള്ള ആളുകളാണ്. അദ്ദേഹത്തെ സംരക്ഷിക്കുന്നു എന്നുള്ള ഒരു പ്രചാരണം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവാദങ്ങൾ എല്ലാ കാലത്തും UDF ഒക്കെ ഉയർത്തുന്ന ഒരു സമയം കൂടിയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ മൂന്നാമത്തെ കേസ് അത് അറസ്റ്റിലേക്കും മറ്റ് അത് കുറച്ചുകൂടി ഗൗരവമുള്ളാവുന്നു. പോലീസ് ഇവരുടെ രഹസ്യമൊഴി തന്നെ രേഖപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ മാർച്ച് 27 ഈ പരാതി ലഭിച്ചത്. ഇന്നിപ്പോൾ ഏപ്രിൽ 1 ആയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും അത് അറസ്റ്റിലേക്ക് എത്തുന്നു. വാഹനം തടഞ്ഞു നിർത്തി രഞ്ജിത്തിനെ കസ്റ്റഡിയിലെടുക്കുന്നു. തൊടുപുഴയിൽ വെച്ചായിരുന്നു. അദ്ദേഹം ചലച്ചിത്ര താരങ്ങൾക്കൊപ്പം, ഈ സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചലച്ചിത്ര താരങ്ങൾക്കൊപ്പം അവിടുന്ന് കടക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഒരു പക്ഷേ കോട്ടയത്ത് നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ തൊടുപുഴയിൽ വെച്ച് പിടികൂടുകയായിരുന്നു. അവിടെ നിന്നും ഉടൻ തന്നെ കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് കൊച്ചിയിലേക്ക് എത്തിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഈ സിനിമാ മേഖലയെ സംബന്ധിച്ചൊരു അമ്പരപ്പിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. പറഞ്ഞതുപോലെ തന്നെ ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനൊക്കെ ശേഷം കുറച്ച് കാലങ്ങളായി തന്നെ വലിയ പ്രതിസന്ധികളില്ലാതെ മലയാള സിനിമ പോകുമ്പോഴാണ് ഇപ്പോൾ മറ്റൊന്ന് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സംഘടനകൾ ഇക്കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കും എന്നുള്ളതും ഈ WCC ഉൾപ്പെടെയുള്ള സംഘടനകളുടെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ വളരെ ഇനിയുള്ള മണിക്കൂറുകളിൽ വളരെ നിർണായകമായിട്ടുള്ള കാര്യം കൂടിയാണ്. ഗോകുൽ. വിപിൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം കുറച്ചുനാൾ മലയാള സിനിമയിൽ നിന്ന് ഈ മട്ടിലുള്ള ആരോപണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് അമ്മയുടെ തലപ്പത്തേക്ക് വരെ സ്ത്രീകൾ എത്തുന്നു, സ്ത്രീകൾ പല തീരുമാനങ്ങളും എടുക്കാൻ ആരംഭിക്കുന്നു. അങ്ങനെ ഒരു സുരക്ഷിത കാലമെന്ന് തോന്നിപ്പിക്കുമ്പോഴാണ് മുൻപ് ആരോപണ വിധേയനായ ഒരു വ്യക്തി വീണ്ടും ഇതേ മട്ടിൽ ഉള്ള ഒരു കേസിൽ അറസ്റ്റിലാകുന്നത്. അതും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് എത്രത്തോളം നിർണായകമാണ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സമയത്ത് ഈ കേസിന്റെ മറ്റു നീക്കങ്ങൾ? അതെ ക്രിസ്റ്റീന, ഈ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു വേളയിൽ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ നമുക്കറിയാവുന്ന പോലെ തന്നെ പാലക്കാട് കൗൺസിലർക്കെതിരെ ഇത്തരത്തിലൊരു ലൈംഗികാരോപണം വരുന്നു. അതിന് പഴയ രാഹുൽ മാങ്കൂട്ടത്തിൽ കേസൊക്കെ CPM വലിയ ചർച്ചയാക്കുന്ന ഒരു ഘട്ടമാണ്. അത് ഈ തിരഞ്ഞെടുപ്പിലെ ഒരു പ്രചാരണ ആയുധം തന്നെയായി മാറുന്ന ഒരു സമയത്താണ് രഞ്ജിത്തിനെ പോലെ ഇടത് സഹയാത്രികനായ വളരെ സജീവമായി തന്നെ പാർട്ടിക്കൊപ്പം നിന്നിരുന്ന ഒരാൾ ഇങ്ങനെ ഒരു ലൈംഗിക പീഡന പരാതിയിൽ അറസ്റ്റിലാവുന്നത് എന്ന് പറയുമ്പോൾ അതൊരു രാഷ്ട്രീയ വിഷയമായി ഉയർന്നു വരാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കാം DGPക്ക് പരാതി ലഭിച്ചു എന്നുള്ളത് ഘട്ടത്തിൽ തന്നെ DGPക്ക് ഇങ്ങനെ ഒരു മെയിലായിട്ടാണ് ഈ പെൺകുട്ടി പരാതി നൽകിയിരിക്കുന്നത്. അങ്ങനെ ഒരു പരാതി ലഭിച്ചപ്പോൾ തന്നെ അത് കൊച്ചി കമ്മീഷണർക്ക് കൈമാറുന്നു. കൊച്ചി കമ്മീഷണറിൽ നിന്ന് അത് DCPക്ക് കൈമാറുന്നു. അത് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുന്നു. ആ അന്വേഷണത്തിലേക്ക് ആദ്യഘട്ടത്തിൽ തന്നെ കടക്കുന്നു. പെൺകുട്ടിയെ വിളിച്ചു വരുത്തുകയും അവരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുകയും ചെയ്തതിന് ശേഷം രഞ്ജിത്ത് എവിടെയെന്നുള്ളത് കൃത്യമായ റഡാറിൽ വയ്ക്കുന്നു. രക്ഷപ്പെടാനുള്ളൊരു സാധ്യത ഉണ്ട് എന്നുള്ളത് ബോധ്യപ്പെടുന്നതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ തൊടുപുഴയിൽ വെച്ച കാറ് തടഞ്ഞുകൊണ്ട് ഒരു അറസ്റ്റ് ഉണ്ടാവുകയും
നടത്തുകയും ചെയ്യുന്നു. നമുക്കറിയാവുന്ന പോലെ തന്നെ രഞ്ജിത്തൊരു കേരളത്തിൽ വളരെ പ്രശസ്തരായിട്ടുള്ള ഒരു സംവിധായകനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വിളിച്ചു വരുത്തുകയോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയോ അവിടെ നിന്നും അറസ്റ്റ് രേഖപ്പെടുത്തുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സ്വാഭാവിക നടപടിയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ അതിൽ നിന്നൊക്കെ മാറി പോകുന്ന വഴിക്ക് തന്നെ വാഹനം തടഞ്ഞു നിർത്തുകയും തൊടുപുഴയിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കുകയും ആ രാത്രിക്ക് തന്നെ കൊച്ചിയിലേക്ക് എത്തിച്ച് മറ്റ് നടപടികളിലേക്കും കടക്കുന്നു എന്നുള്ളത് ഇതിൻ്റെ ഒരു ഗൗരവം കാണിക്കുകയാണ്. കാരണം ഈ പെൺകുട്ടി അത്രത്തോളം ഒരു ട്രോമയിലേക്കും മാനസിക സംഘർഷത്തിലേക്കും പോയി എന്ന് പറയുമ്പോൾ അവർ അനുഭവിച്ചൊരു വേദന വളരെ വലുതായിരിക്കും. വളരെ ആ ഒരു സിറ്റുവേഷൻ കടന്നു പോകാൻ വളരെ പ്രതിസന്ധിയായിരിക്കും. അതുകൂടി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഇതൊരു വലിയ പ്രശ്നമായി ഇനി വരുന്ന ദിവസങ്ങളിലേക്ക് മാറും എന്നുള്ളത് കൂടി കണ്ടുകൊണ്ടായിരിക്കാം സർക്കാരിൻ്റെ ഏറ്റവും ദ്രുതഗതിയിലുള്ള ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ഉയർന്ന രക്തസമ്മർദ്ദവും വേരിയേഷനും ECG വേരിയേഷനും കാരണം ഇപ്പോൾ ആശുപത്രിയിൽ നടൻ സംവിധായകനുമായ രഞ്ജിത്തിനെ ഹാജരാക്കിയിരിക്കുന്നത്. ഒരു പക്ഷേ ഇനി ഇവിടെ വന്നായിരിക്കാം മറ്റ് നടപടികളിലേക്ക്, അതായത് മജിസ്ട്രേറ്റ് ഇവിടെ വന്ന് അത് രേഖപ്പെടുത്തുകയും മറ്റ് നടപടികളിലേക്ക് പോകുമോ എന്നുള്ളത് അറിയുന്നത്. സ്വാഭാവികതയിൽ ഇപ്പോൾ ജാമ്യം ലഭിക്കുകയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സംവിധായകൻ രഞ്ജിത്തിനെതിരായ ലൈംഗിക പീഡന പരാതിയെ തുടർന്ന് അദ്ദേഹത്തെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് പോലീസ്. വൈദ്യ പരിശോധനയ്ക്കായി എത്തിച്ചപ്പോൾ രക്തസമ്മർദ്ദം ഉയർന്നതിനാൽ ഇപ്പോൾ എറണാകുളത്തെ ജനറൽ ആശുപത്രിയിൽ തുടരുകയാണ് രഞ്ജിത്ത്. അവിടേക്ക് മജിസ്ട്രേറ്റ് എത്തി അറസ്റ്റ് നടപടികളുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ മജിസ്ട്രേറ്റിനെ എത്തിച്ച് നടത്തുമെന്നതാണ് ലഭിക്കുന്ന വിവരം. വിപിൻ സി വിജയൻ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. വിപിൻ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പോലീസിന്റെ അന്വേഷണ പരിധിയിൽ അല്ലെങ്കിൽ റഡാറിലാണ് രഞ്ജിത്ത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ വീട്ടിലെത്തിയ ഒരു അറസ്റ്റിനൊക്കെയുള്ള നീക്കമുണ്ടായി. പക്ഷേ പിന്നീടാണ് അദ്ദേഹം കോട്ടയത്ത് നിന്ന് ഈ തൊടുപുഴയിലേക്കുള്ള യാത്രയിൽ വഴിമധ്യേ ഒരു അറസ്റ്റിലേക്ക് പോകുന്നത്. പക്ഷേ ഈ നടപടികളെല്ലാം ലഭിച്ച പരാതി, അതിലുള്ള പ്രത്യേക ടീമിനെ രൂപീകരിക്കൽ, ഈ നടപടികളെല്ലാം അതീവ രഹസ്യമായി പോലീസ് നീക്കിയല്ലേ? അതെ, അതീവ രഹസ്യമായിട്ടായിരുന്നു രഞ്ജിത്തിനെതിരെയുള്ള ഈ നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നുള്ളത് കൂടിയാണ് ഈ കേസിന്റെ ഒരു ഗൗരവം കൂട്ടുന്നത്. കാരണം സാധാരണഗതിയിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ് വിളിച്ചു വരുത്തുകയോ അല്ലെങ്കിൽ രഞ്ജിത്തുള്ള സ്ഥലത്ത് നിന്ന് അറസ്റ്റ് ചെയ്യുകയായിരിക്കും. പക്ഷെ പോകുന്ന വഴിക്ക് കാർ തടഞ്ഞു നിർത്തി അറസ്റ്റ് ചെയ്യേണ്ട അത്രയും ഗൗരവ സ്വഭാവത്തിലേക്ക് അത് മാറി എന്നുണ്ടെങ്കിൽ ആ രഹസ്യമൊഴി എന്ന് പറയുന്നത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു പരാതിയായിരിക്കാം. ഇത് സംഭവിച്ചത് ജനുവരി 8-ാം തീയതി ഫോർട്ട് കൊച്ചിയിൽ വെച്ചാണ്. ഫോർട്ട് കൊച്ചിയിലെ അദ്ദേഹത്തിന്റെ പുതിയ സിനിമ ഷൂട്ടിന്റെ സമയത്ത് കാരവനിലേക്ക് വിളിച്ചു വരുത്തുകയും ഒരു ഡിസ്കഷൻ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് അത് ലൈംഗിക അതിക്രമം നടത്തി എന്നുള്ളതുമാണ് ഈ പരാതിയുടെ ഒരു സ്വഭാവമുള്ളത്. അതിനുശേഷമാണ് ഈ പരാതി പിന്നെ DGP ഒക്കെ പോവുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഇതാ നമുക്ക് കാണുന്നത് പോലെ തന്നെ സെൻട്രൽ പോലീസിന്റെ വാഹനം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇന്നലെ മുതൽ തന്നെ പോലീസിന്റെ കൂടുതൽ സുരക്ഷയും പോലീസിന്റെ കൂടുതൽ വാഹനങ്ങളും ഒക്കെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇവിടെ നിന്നും ഇനി രഞ്ജിത്തിന് എന്താണ് ഡോക്ടർമാർ പറയുന്നതിനനുസരിച്ചിട്ടായിരിക്കാം ഇവിടെ നിന്ന് ഇനി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുമോ അതോ ഇങ്ങോട്ടേക്ക് മജിസ്ട്രേറ്റ് വരുമോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരികയുള്ളൂ. ഇന്നലെ എന്തായാലും സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട സോഹൻ സീനുലാൽ, അതേപോലെ തന്നെ NM ബാദുഷ നിർമ്മാതാവാണ്. ഇവർ രണ്ടുപേരും ഇവിടെ ജനറൽ ആശുപത്രിയിലേക്ക് വരികയും പുള്ളി ഇവിടെ എത്തി എന്നുള്ളതിന് മനസ്സിലാക്കിയതിന് ശേഷം ഇവർ രണ്ടുപേരും മാത്രമാണ് ഇപ്പോൾ ആശുപത്രിയിലെത്തി സന്ദർശിച്ചിരിക്കുന്നത്. സിനിമാ മേഖലയിൽ നിന്ന് കൂടുതൽ പ്രതികരണങ്ങളൊക്കെ ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത്. ഇത് മൂന്നാമത്തെ ലൈംഗികാതിക്രമ പരാതി എന്നുള്ളത് കൂടിയുണ്ട്. കാരണം രഞ്ജിത്തിനെതിരെ ഇതിനു മുൻപ് ആദ്യം പരാതി ഉന്നയിച്ചത് ബംഗാളിൽ നിന്നുള്ള നടിയായിരുന്നു. അത് സിനിമാ ഷൂട്ടിന്റെ ഡിസ്കഷന് വിളിച്ച ഒരു സമയത്ത് വളരെ അപമര്യാദയായി പെരുമാറി എന്നുള്ളതായിരുന്നു. പക്ഷേ അവർക്ക് കേരളത്തിലെ കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നുള്ളത് അറിയിക്കുകയായിരുന്നു. രണ്ടാമത് വന്നത് ഒരു പ്രകൃതി വിരുദ്ധ പീഡന കേസായിരുന്നു. പിന്നീട് അത് കുറച്ചുകൂടി വ്യക്തതയില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പിന്നീട് അത് കോടതി ഇതാക്കുന്നത്. ഇപ്പോൾ മൂന്നാമത്തെ കേസ് വന്നിരിക്കുന്നു. അതിലാണ് പോലീസ് ഏറ്റവും ദ്രുതഗതിയിലുള്ള ഒരു ഇടപെടൽ അതൊരു തിരഞ്ഞെടുപ്പ് കാലത്തിന്റെ ഇടയ്ക്ക് എടുത്തിരിക്കുന്നത്. ഗൂഗിൾ തീർച്ചയായും രഞ്ജിത്തിനെതിരെ മുമ്പ് ഉയർന്ന 2 കേസുകളും അതിൽ ഒന്ന് കേസ് അവസാനിപ്പിക്കുകയും രണ്ടെന്ന് തെളിവുകൾ കൃത്യമായി ഇല്ല. ഒന്നുകിൽ ഒരു കേസിലാണെങ്കിൽ ആ നടി തന്നെ പിന്നീട് അതുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെന്ന് അറിയിക്കുകയും ചെയ്തു. 2 കേസുകൾ അങ്ങനെ അവസാനിച്ചു. പക്ഷേ ഇതിപ്പോൾ മൂന്നാമതൊരു പരാതിയാണ് ഉയർന്നിരിക്കുന്നത്. അതിലാണ് പോലീസിന്റെ അതിവേഗത്തിലുള്ള ഇടപെടൽ. അത് ഏതായാലും സിനിമാ മേഖലയെ ഞെട്ടിക്കുന്ന ഒരു അറസ്റ്റ് കൂടിയാണ്, അല്ലെങ്കിൽ കസ്റ്റഡി കൂടിയാണ് ഇപ്പോൾ ഈ സംഭവിച്ചിരിക്കുന്നത്. മാത്രമല്ല, പൊതുവിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ സുരക്ഷ ഏറെ ചർച്ചയാവുകയും സർക്കാർ അതിനേറെ പ്രാധാന്യം നൽകുകയും ചെയ്യുന്ന സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ സഹയാത്രികനായ ഒരാളുടെ അറസ്റ്റിലൂടെ സ്ത്രീ സുരക്ഷയ്ക്ക് തങ്ങൾ നൽകുന്ന പ്രാധാന്യത്തെക്കുറിച്ച് സർക്കാർ പറയുന്നതാണോ ജനങ്ങളിലേക്ക് എത്തുന്നത്, അതോ തിരികെയാണോ? കൂടുതൽ പ്രതികരണങ്ങളൊക്കെ ഇന്നത്തെ ദിവസം നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായും.
മറ്റൊരു റിപ്പോർട്ടിലേക്ക് പ്രതിഷേധം ശക്തമാകുന്നതിനിടെ വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ ഇന്ന് ലോക്സഭയിൽ ചർച്ചയ്ക്കെടുക്കും. ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ബിൽ അവതരിപ്പിക്കുന്നത്. ഭേദഗതിയെ ശക്തമായി എതിർക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ചർച്ചയിൽ പങ്കെടുക്കാൻ കേരളത്തിൽ നിന്നുള്ള പ്രതിപക്ഷ എംപിമാരും ഡൽഹിയിലെത്തി. വിവരങ്ങളുമായി അർജുൻ പീതാംബരനാണ് ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. അർജുൻ, വെരി ഗുഡ് മോർണിംഗ്. ഈ ഒരു ഭേദഗതി ആക്ട് വരുമ്പോൾ അത് സഭകൾക്ക് ആശങ്കയുണ്ടാക്കുന്നു എന്ന മട്ടിൽ കേരളത്തിൽ പല കോണുകളിൽ നിന്നും പല ആശങ്കകളും ഉയർന്നിരുന്നു. അപ്പോൾ കേരളത്തിലെ എംപിമാർ ഈ ഒരു ഭേദഗതിയെ എതിർക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് തരത്തിലായിരിക്കും പാർലമെന്റിൽ ഇത് വരുമ്പോൾ അതിനോടുള്ള ഒരു സമീപനം? ഗോകുൽ, ക്രിസ്റ്റിന, വെരി ഗുഡ് മോർണിംഗ്. ഈ കേരളത്തിൽ തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണം കൊടുമുടിയിൽ എത്തി നിൽക്കുകയാണ്. ക്രൈസ്തവ സമൂഹം അടക്കമുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിലേക്ക് ആശങ്കയുടെ തീ കോരിയിട്ടുകൊണ്ട് ഈ ഒരു FCRA നിയമ ഭേദഗതി ബിൽ അത് ലോക്സഭയിലേക്ക് എത്തുന്നത്. അത് ലോക്സഭയ്ക്കകത്തും പുറത്തും വലിയ പ്രതിഷേധത്തോടെ എതിർക്കാനാണ് ഇപ്പോൾ പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. ഈ ഒരു സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഇന്നത്തെ ദിവസം ഈ FCRA ബില്ല് ചർച്ചയ്ക്കെടുക്കുമ്പോൾ ആ ചർച്ചയിൽ പങ്കെടുത്ത് പ്രതിഷേധം അറിയിക്കാൻ വേണ്ടി മാത്രമായിട്ട് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്നും ഒരു ദിവസത്തെ അവധിയെടുത്ത് UDF എംപിമാരും അതുപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള CPM എംപിമാരും ഇവിടെ ഡൽഹിയിലേക്ക് എത്തിയിട്ടുണ്ട്. കെ രാധാകൃഷ്ണൻ, അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ഹൈബി ഈഡൻ, കൊടിക്കുന്നിൽ സുരേഷ്, ഡീൻ കുര്യാക്കോസ്, അതുപോലെ തന്നെ ഫ്രാൻസിസ് ജോർജ്, ആന്റോ ആന്റണി, ബെന്നി ബെഹനാൻ തുടങ്ങിയിട്ടുള്ള എംപിമാരെല്ലാം ഇന്നലെ രാത്രിയോടെ തന്നെ ഡൽഹിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ 10:30 പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടായിരിക്കും ഈ ബില്ലിനെതിരെയുള്ളൊരു നിലപാട് കോൺഗ്രസ് എംപിമാരും പ്രതിപക്ഷ എംപിമാരും അറിയിക്കുക. അതിനുശേഷം ബില്ല് ചർച്ചയ്ക്കെടുക്കുന്ന സമയത്ത് ഉച്ചയോടെ ആയിരിക്കും അമിത്ഷാ ഈ ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് അത് ചർച്ചയ്ക്കെടുക്കുക. ആ സമയത്തും ശക്തമായി എതിർക്കാൻ തന്നെയാണ് എന്തായാലും പ്രതിപക്ഷ എംപിമാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനോടകം തന്നെ കോൺഗ്രസ് അടിയന്തര പ്രമേയ നോട്ടീസുകൾ നൽകിയിട്ടുണ്ട്. ഇന്നലെ രാത്രി ഹൈബി ഈഡൻ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി. ഇന്നിപ്പോൾ കൊടിക്കുന്നിൽ സുരേഷും ഫ്രാൻസിസ് ജോർജ് എംപിയും ബെന്നി ബെഹനാൻ എംപിയും അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിരിക്കുന്നു. ഈ നിയമത്തിലെ ചില വ്യവസ്ഥകൾ, അത് ആസ്തി കണ്ടുകെട്ടുന്ന വ്യവസ്ഥകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അത് വളരെ ക്രൂരമാണ്. ന്യൂനപക്ഷങ്ങളുടെ സ്വത്ത് കൈക്കലാക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് കേന്ദ്ര സർക്കാർ ഈ ഒരു ഭേദഗതി അവതരിപ്പിക്കുന്നത് എന്നുള്ള ആരോപണം തന്നെയാണ് പ്രതിഷേധം ശക്തമാക്കിക്കൊണ്ട് പ്രതിപക്ഷം ഈ ഒരു ഘട്ടത്തിലും വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ന് രാഹുൽ ഗാന്ധി ഒരുപക്ഷെ ഈ ബില്ല് ചർച്ചയ്ക്കെടുക്കുന്ന സമയത്ത് അദ്ദേഹം ലോക്സഭയിൽ ഇതിനെ എതിർത്ത് സംസാരിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ചില വിവരങ്ങളും ഇതിനോടകം തന്നെ കോൺഗ്രസ് എംപിമാർ നൽകിയിരിക്കുന്നു. എന്തായാലും ഈ തിരഞ്ഞെടുപ്പിൽ, കേരളത്തിന്റെ തിരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ സമൂഹത്തിന്റെ വോട്ടും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഘട്ടം ഇരിക്കെ തിടുക്കപ്പെട്ടുകൊണ്ട് ഈ ഒരു സമയത്ത് തന്നെ ഇന്നും നാളെയും, ഇന്നിപ്പോൾ ലോക്സഭ ചേരും, ഇന്ന് ലോക്സഭയിൽ പാസ്സാവുകയാണെങ്കിൽ നാളെ രാജ്യസഭയിലേക്ക് ഈ ബില്ലെടുത്തുകൊണ്ട് രാജ്യസഭയിലും പാസ്സാക്കാൻ സാധിക്കും. അത്തരത്തിലൊരു നീക്കത്തിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കുമോ എന്നുള്ള കാര്യം തന്നെയാണ് അറിയാനുള്ളത്. കാരണം ക്രൈസ്തവ സമൂഹം പ്രത്യേകിച്ചും വിവിധ സഭകൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഈ ബില്ല് പാസ്സാക്കുന്നതിന് മുൻപ് അത് പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടണമെന്നും അതിന്റെ വ്യവസ്ഥകളെ സംബന്ധിച്ചൊരു പുനർചിന്ത വേണം. ഈ സഭകൾക്കും അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങൾക്കും ക്രൂരമായി വരുന്ന ഇത്തരം വ്യവസ്ഥകൾ മാറ്റിക്കൊണ്ട് വീണ്ടും ഈ ബില്ല് അവതരിപ്പിക്കണമെന്നുള്ള ആവശ്യമാണ് ഇന്നലെ ഇപ്പോൾ അമിത്ഷായ്ക്കടക്കം എല്ലാ എംപിമാർക്കും നിവേദനം നൽകിക്കൊണ്ട് CBCI വ്യക്തമാക്കിയിരിക്കുന്നത്. മറ്റു ന്യൂനപക്ഷ വിഭാഗങ്ങളും സമാനമായിട്ടുള്ള തന്നെ ആശങ്കകൾ അറിയിച്ചിരിക്കുന്നുണ്ട്. മാത്രമല്ല കേന്ദ്ര സർക്കാർ പ്രതിനിധികളെയും അതുപോലെ തന്നെ എംപിമാരെയും എല്ലാം നേരിട്ട് ബന്ധപ്പെടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പല എംപിമാരുമായി ഈ സഭകൾ സംസാരിക്കുന്നുണ്ട്. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി വിട്ടുകൊണ്ട് പിന്നീട് ഒരു ചർച്ചയ്ക്ക് എടുക്കാനായി മാറ്റണമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ ന്യൂനപക്ഷ വിഭാഗം ഉന്നയിക്കുന്നത്. അതേ ആവശ്യം തന്നെയായിരിക്കും സഭയ്ക്കകത്ത് പ്രതിപക്ഷ എംപിമാരും നടത്താൻ പോകുന്നത്. ക്രിസ്റ്റിന, ഗോകുൽ. തെരഞ്ഞെടുപ്പ് ആവേശത്തിൽ കേരളം. മൈജി ഫ്യൂച്ചർ വോട്ടുത്സവം സമർപ്പിക്കുന്നത് മൈജിയാണ് ഫ്യൂച്ചർ. കോ സ്പോൺസേഡ് ബൈ ആഘോഷങ്ങൾ നടക്കട്ടെ. വോക്കൊരു പ്ലസ് കല്യാൺ ഹോംസ്. ഒന്നായി ജീവിക്കാം, നന്നായി ജീവിക്കാം. സംസ്ഥാനം പോളിംഗ് ബൂത്തിലെത്താൻ ഇനി 8 ദിവസം മാത്രം. തിരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലേക്ക് എത്തി നിൽക്കുമ്പോൾ CPIM SDPI ബന്ധമാണ് പ്രധാന ചർച്ചാ വിഷയം. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള സംവാദത്തിന് കളമൊരുങ്ങിയിരുന്നുവെങ്കിലും ഫേസ്ബുക്കിൽ മാത്രമാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തോടെ സാധ്യത മാങ്ങി. ക്രൈസ്തവ സഭകളെ ദോഷകരമായി ബാധിക്കുന്ന FCRA ഭേദഗതിയും തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്നുണ്ട്. CPIM BJP ഡീൽ ആരോപണം ഇപ്പോഴും പ്രചാരണ രംഗത്ത് ഉയർന്നു കേൾക്കുന്നുണ്ട്.
വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് മേഘ്ന മുരളിയാണ് ചേരുന്നത്. മേഘ്ന, വെരി ഗുഡ് മോർണിംഗ്. ഈ തെരഞ്ഞെടുപ്പിൽ തുടക്കം മുതൽ ഏറ്റവും ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഡീലാണ്. ആ ഡീൽ ആദ്യം CPIM BJP ഡീൽ എന്ന നിലയിലായിരുന്നു. ഇപ്പോൾ അത് CPIM SDPIയുടെ വോട്ടുകൾ സ്വീകരിക്കുമോ എന്ന നിലയിലേക്ക് മാറുന്നു. ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും തമ്മിൽ ഒരു സംവാദം ഉണ്ടാകുമോ എന്ന ചർച്ചകൾ വരുന്നു. നമുക്കറിയാം അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലൊക്കെ പ്രസിഡൻഷ്യൽ ഡിബേറ്റ് ഉണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമില്ലാത്ത ഒരു രാജ്യവും സംസ്ഥാനവും ഒക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും തെരഞ്ഞെടുപ്പിനെ ബാധിക്കുക? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, ഗോകുൽ. തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തിക്കഴിഞ്ഞു. തിരഞ്ഞെടുപ്പ് വേനൽ ചൂടിനേക്കാളും വലിയ ചൂടാണ് തെരഞ്ഞെടുപ്പ് കളത്തിൽ എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 3 മുന്നണികളും NDAയും അതുപോലെ തന്നെ LDFും UDFും തെരഞ്ഞെടുപ്പ് ആവേശത്തിൽ തകൃതിയായിട്ടുള്ള പ്രചരണത്തിലാണ്. ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു കാലയളവ് നോക്കുമ്പോഴും വളരെ കുറഞ്ഞ സമയം കിട്ടിയ ഒരു തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ പല വിധത്തിലുള്ള വിഷയങ്ങൾ, ഇപ്പോൾ ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ പല വിധത്തിലുള്ള വിഷയങ്ങളാണ് ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ചർച്ചയായത് എന്നുള്ളതാണ്. അതിൽ ആദ്യം ഈ ഡീൽ ആരോപണത്തിലാണ് തുടങ്ങിയത്. പരസ്പരം എല്ലാ മുന്നണികളും ഡീൽ ആരോപിക്കുന്നു. അതിപ്പോഴും സജീവമായി തന്നെയുണ്ട്. എല്ലാവരുടെയും പ്രചരണ വേളകളിൽ ഈ ഡീൽ ആരോപണം പ്രസ്താവനയായി വരികയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് അവസാനമായി ഈ CPM SDPI ബാന്ധവം ഉണ്ട് എന്നുള്ളൊരു ആരോപണം UDF ഉന്നയിക്കുന്നത്. അതുപോലെ തന്നെ ഈ വോട്ട് സ്വീകരിക്കുമോ അല്ലെങ്കിൽ വോട്ട് സ്വീകരിക്കുന്ന കാര്യം സമ്മതിക്കുമോ എന്നടക്കമുള്ള വെല്ലുവിളികളുമായി പ്രതിപക്ഷം അതുപോലെ തന്നെ UDF രംഗത്ത് വരുന്നത് കണ്ടു. അതുപോലെ തന്നെ മറ്റ് പലതരത്തിലും ഈ വയനാട് ഫണ്ടിന്റെ കാര്യത്തിലും വയനാട് വീടുകൾ വെച്ച് നൽകുന്നതിന് വേണ്ടി UDF പിരിച്ച ഫണ്ടിന്റെ കാര്യത്തിലടക്കമുള്ള ചർച്ചകൾ നടന്നു. പിന്നീട് പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ള ഒരു സംവാദം ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യം വന്നു. പക്ഷേ ആ സംവാദം നടന്നില്ല. അങ്ങനെ പലതരത്തിലുള്ള വിഷയങ്ങൾ അവസാനം ഈ വിദേശ സംഭാവന ഭേദഗതി ബില്ലടക്കം ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കാനിരിക്കെ അതിന്റെ ഒരു പ്രതിഫലനം കൂടി ഇന്ന് ഉണ്ടാകുമെന്നുള്ള കാര്യം കൂടിയാണ് നോക്കിക്കാണേണ്ടത്. കാരണം അതിൽ സഭകളടക്കം വലിയ പ്രതിഷേധം ഉന്നയിക്കുന്നു. അത് രാഷ്ട്രീയമായി ഉപയോഗിക്കാനാണ് പ്രതിപക്ഷ സംഘടനകൾ ലക്ഷ്യം വയ്ക്കുകയും ചെയ്യുന്നത്. അതെങ്ങനെയാണ് BJP മറികടക്കുക എന്നുള്ളതും നോക്കിക്കാണേണ്ടതുണ്ട്. അതുപോലെ ഇന്നത് ലോക്സഭയിൽ അവതരിപ്പിക്കാനിരിക്കെ അതിന്റെ ഒരു പ്രതിഫലനം ഇന്ന് കേരളത്തിലെ തെരഞ്ഞെടുപ്പുകളിലും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വികസനത്തെക്കാളും അനാവശ്യ വിവാദങ്ങൾ ഉണ്ടായി അല്ലെങ്കിൽ അനാവശ്യ വിഷയങ്ങൾ ചർച്ചയായി എന്നുള്ളൊരു വിമർശനം കൂടി ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഉണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ഈ ഡീൽ അടക്കമുള്ള തുടക്കത്തിൽ ഡീൽ തുടങ്ങിയത് മുതലുള്ള പലതരത്തിലുള്ള പല ആരോപണങ്ങൾ ഇപ്പോഴും സജീവ ചർച്ചയാകുന്നു എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ ഇന്ന് ഏപ്രിൽ 1 ഇന്ന് മുതൽ 7 തീയതി വരെയാണ് പോസ്റ്റൽ വോട്ട്. അത് 8 തീയതിയും 7 തീയതിയും 9 തീയതിയും ഈ ഡ്യൂട്ടി ഉള്ള ഉദ്യോഗസ്ഥർക്കും മറ്റുമായുള്ള പോസ്റ്റൽ വോട്ട് സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. 1 മുതൽ 7 വരെയാണ് അവർക്ക് വോട്ട് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവുക എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ തന്നെ 14 വോട്ടിംഗ് ഫെസിലിറ്റേഷൻ സെന്റർ ഉണ്ട് എന്നുള്ള കാര്യം കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ അറിയിക്കുന്നുണ്ട്. എന്തായാലും ചൂട് പിടിച്ച തെരഞ്ഞെടുപ്പാണ്. പല വിഷയങ്ങൾ ഉണ്ടാകുന്നു. അതിന് വരും ദിവസങ്ങളിലും ശമനം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ 3 മുന്നണികളുടെയും ദേശീയ നേതാക്കളടക്കം കേരളത്തിലേക്ക് എത്തുന്നു. അതുപോലെ ഇന്നലെയാണ് NDAയുടെ പ്രകടന പത്രിക പ്രഖ്യാപിച്ചത്. അതുപോലെ തന്നെ ഇന്ന് UDFന്റെയും LDFന്റെയും പ്രകടന പത്രിക ഉണ്ടാകും. അതിൽ NDAയുടെ പ്രകടന പത്രികയെ മറിച്ചു കടക്കാൻ പറ്റുന്ന എന്ത് വാഗ്ദാനമാണ് ഈ പ്രകടന പത്രികയിൽ ഉണ്ടാവുക എന്നുള്ളത് കൂടി നോക്കിക്കാണുന്നുണ്ട്. ശരി, മേഘന മുരളിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് ഇത്രയും ദിവസം പ്രചാരണം കടക്കുമ്പോഴും ആ ചർച്ചകൾ, ആ ഡീല്, SDPI വോട്ട്, വിഷയങ്ങളിലൊക്കെ ഒരു ചർച്ച വരുന്നില്ല. പക്ഷേ ഇനി വരുന്ന പ്രകടന പത്രികകൾ ആ ചർച്ച കൂടുതൽ സജീവമാക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഇന്നലെ NDAയുടെ പ്രകടന പത്രിക വന്നിട്ടുണ്ട്. ഇനി LDFന്റെയും UDFന്റെയും പ്രകടന പത്രികകൾ നാളെ പുറത്തിറക്കും. പ്രകടന പത്രികകൾ വ്യാഴാഴ്ച പുറത്തിറക്കാനാണ് ഇരു മുന്നണികളിലെയും ധാരണ. 2021 സമാനമായ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ അടങ്ങുന്നതായിരിക്കും LDFന്റെ പ്രകടന പത്രിക. ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കുമെന്ന വാഗ്ദാനവും ഉണ്ടാകും. രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ഊന്നിയുള്ളതാകും UDFന്റെ പ്രകടന പത്രിക. ജനപ്രിയ ചേരുവകളുള്ള പ്രകടന പത്രിക പ്രഖ്യാപിച്ച് പരമാവധി വോട്ടർമാരെ ഒപ്പം നിർത്താനാണ് UDFന്റെ തീരുമാനം. നമ്മൾ യുദ്ധവാർത്തകളിലേക്ക്, പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ വാർത്തകളിലേക്ക് പോവുകയാണ്. ഇറാനെതിരായ സൈനിക നടപടിയിൽ നിന്ന് അമേരിക്ക പിൻവാങ്ങുന്നതായി സൂചന. ലക്ഷ്യം പൂർത്തീകരിച്ചുവെന്നും 2-3 ആഴ്ചയ്ക്കുള്ളിൽ അമേരിക്കൻ സൈന്യം പിൻവാങ്ങൽ ആരംഭിച്ചേക്കുമെന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. അതേസമയം വെടിനിർത്തൽ അംഗീകരിക്കില്ലെന്നും യുദ്ധം പൂർണ്ണമായും അവസാനിപ്പിക്കണമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പ്രതികരിച്ചു. അതിനിടെ പ്രമുഖ അമേരിക്കൻ ടെക് കമ്പനികൾക്കെതിരെ ഭീഷണിയുമായി ഇറാന്റെ റവല്യൂഷണറി ഗാർഡും രംഗത്തെത്തി. വിശദാംശങ്ങളുമായി അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കരയും ജിദ്ദയിൽ നിന്ന് ജലീൽ കണ്ണമംഗലവും ചേരുകയാണ്. ആദ്യം മധു കൊട്ടാരക്കരയിലേക്കാണ്. മധു, വെരി ഗുഡ് മോർണിംഗ്. 1987 ട്രംപ് ABC ന്യൂസിലെ ബാർബറ വാൾട്ടേഴ്സിന് നൽകിയ ഒരു അഭിമുഖം വീണ്ടും ശ്രദ്ധേയമാവുകയാണ്. അപ്പൊ അന്ന് ട്രംപ്, 41-കാരനായ ട്രംപ് അന്ന് അഭിമുഖം
അഭിമുഖം നടത്തിയ ബാർബറ വാൾട്ടേഴ്സിനോട് പറഞ്ഞത് അമേരിക്കയിലെ ഭരണകൂടം അത്ര ശക്തമല്ല, എന്തുകൊണ്ട് നമുക്ക് മിഡിൽ ഈസ്റ്റിൽ ഒരു വാർ നടത്തി ഇറാനിലെ ഓയിൽ ഗ്രാബ് എന്ന വാക്കാണ് അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നതെന്ന്, ഇറാനിലെ കുറച്ച് എണ്ണ എടുത്തുകൂടാ എന്ന്. അപ്പോൾ 1987 പറഞ്ഞ അഭിമുഖവും ഇപ്പോൾ ഈ യുദ്ധത്തിൽ നിന്നുള്ള പിൻവാങ്ങലും ഒക്കെ നമ്മൾ കാണുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ക്രിസ്റ്റിന, അതിനുശേഷം 80കളുടെ അവസാനം തന്നെ ന്യൂയോർക്ക് ടൈംസിൽ ഫുൾ പേജ് പരസ്യവും കൊടുത്തുകൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു യുദ്ധങ്ങൾ അമേരിക്കയ്ക്ക് നല്ലതല്ല എന്ന്. അപ്പോൾ ഓരോ കാലഘട്ടങ്ങളിലും അതാത് സമയങ്ങളിൽ അതാത് സാഹചര്യങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ മാറി മറിയും. ഇപ്പോൾ നമുക്ക് വളരെ പ്രതീക്ഷ നൽകുന്നതും നമ്മൾ തുടർച്ചയായിട്ട് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നതുമാണ് ഏറി വന്നാൽ 2 മാസത്തിനപ്പുറം ഈ യുദ്ധത്തിന് പോകാൻ പറ്റത്തില്ല. കാര്യം ഭരണഘടനാപരമായിട്ടുള്ള അനുവാദങ്ങൾ ഡൊണാൾഡ് ട്രംപിന് ആവശ്യമുണ്ട്. US കോൺഗ്രസിന്റെ അനുവാദം ഇല്ലാതാണ് ഈ സൈനിക ഇടപെടൽ നടത്തിയത്. അതുകൊണ്ട് തന്നെ ഈ ഇറാൻ അമേരിക്ക യുദ്ധം ഉടൻ അവസാനിച്ചേക്കുമെന്നുള്ള ഒരു സൂചനകൾ ഇന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ നൽകിയിരിക്കുകയാണ്. അടുത്ത 2 ആഴ്ചക്കുള്ളിൽ അമേരിക്കൻ സൈന്യം പിൻവാങ്ങൽ തുടങ്ങിയേക്കുമെന്ന് ഇന്ന് മാധ്യമപ്രവർത്തകരോട് ഓവൽ ഓഫീസിൽ നടത്തിയ സമ്മേളനത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. ഇറാന്റെ ഈ ആണവായുധ മോഹങ്ങൾ തടയുവാൻ അമേരിക്കയ്ക്ക് പറ്റി. അതുപോലെ അവരുടെ സൈനിക ശേഷി വലിയ തോതിൽ കുറച്ചതായിട്ടും ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. ഇറാനുമായിട്ട് ഒരു കരാർ ഉണ്ടാക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും അത് മാത്രമല്ല അവരെ ശിലായുഗത്തിലേക്ക് എത്തിക്കുവാനുള്ള കരുത്ത് അമേരിക്കയ്ക്ക് ഉണ്ടെന്നും ട്രംപ് പറയുകയുണ്ടായി. ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സന്നദ്ധത ഡൊണാൾഡ് ട്രംപ് പ്രകടിപ്പിച്ചതോടെ ഓഹരി വിപണിയിൽ വൻ കുതിപ്പാണ് ഉണ്ടായത്. വാൾസ്ട്രീറ്റിൽ ഡൗ ജോൺസ് സൂചിക 1100 പോയിന്റിലധികം ഉയർന്നു. അതുപോലെ അസംസ്കൃത എണ്ണവില ബാരലിന് $100 താഴേക്ക് എത്തിയതും വിപണിയെ വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. അതേസമയം ഈ യുദ്ധം അവസാനിപ്പിക്കുവാൻ ഇറാൻ തയ്യാറാണെന്നും എന്നാൽ അതിന് വ്യക്തമായ ചില ഉറപ്പുകൾ ആവശ്യമുണ്ടെന്നും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ പ്രസ്താവനയും വന്നിരുന്നു. ഈ അദ്ദേഹത്തിന്റെ പ്രസ്താവനയും ട്രംപിന്റെ പ്രസ്താവനയും കൂടെ വന്നതോടുകൂടിയാണ് ഈ ഓഹരി വിപണിയിലെ കുതിച്ചുകയറ്റം നമുക്ക് കാണുവാൻ സാധിച്ചത്. അമേരിക്കയുമായിട്ടുള്ള ഔദ്യോഗിക ചർച്ചകൾ ഒന്നും നടക്കുന്നില്ല, എന്നാൽ സന്ദേശങ്ങൾ കൈമാറുന്നുണ്ടെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. US പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫിൽ നിന്ന് സന്ദേശങ്ങൾ ലഭിക്കുന്നുണ്ടെന്നും ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലാണ് ഇത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതെന്നും അദ്ദേഹം പറയുകയുണ്ടായി. അതേസമയം ഈ ഇറാന്റെ ആണവായുധ നിർമ്മാണ ശേഷിയും അതുപോലെ ബാലിസ്റ്റിക് മിസൈലുകൾ നിർമ്മിക്കാനുള്ള അവരുടെ ഒരു ഇൻഡസ്ട്രി ബേസ് പൂർണ്ണമായിട്ട് തകർത്തതായിട്ടാണ് നെതന്യാഹു അവകാശപ്പെടുന്നത്. ഇറാൻ ഭരണകൂടത്തെ ഞങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തകർത്തുകൊണ്ടിരിക്കുകയാണെന്നാണ് നെതന്യാഹു അവകാശപ്പെടുന്നത്. അതുമാത്രമല്ല ഈ പശ്ചിമേഷ്യയിൽ പ്രധാന രാജ്യങ്ങളുമായിട്ട് ഒരു പുതിയ സഖ്യകക്ഷി അല്ലെങ്കിൽ ഒരു സഖ്യം രൂപീകരിക്കുന്നതിനെ കുറിച്ചുള്ള തീരുമാനങ്ങൾ വരും മണിക്കൂറുകൾ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ വെളിപ്പെടുത്താൻ കഴിയുമെന്നും നെതന്യാഹു പറയുകയുണ്ടായി. അതേസമയം അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഈ സൈനിക കേന്ദ്രങ്ങൾക്കും കപ്പലുകൾക്കും നേരെയും ഇന്നലെയും അതിശക്തമായ മിന്നലാക്രമണം നടത്തിയതായിട്ട് ഇറാന്റെ IRGC പറയുന്നുണ്ട്. പേർഷ്യൻ ഗൾഫിന്റെ മധ്യഭാഗത്ത് എക്സ്പ്രസ് ഹാഫോങ് എന്ന് പറയുന്ന ഒരു കപ്പലിന് നേരെ മിസൈലുകൾ അതുപോലെ തന്നെ US മറീനുകളെ ലക്ഷ്യമിട്ട് ഇവർ UAE തീരത്ത് രഹസ്യമായിട്ട് തമ്പടിച്ചിരിക്കുകയായിരുന്നു. അതേസമയം ഈ ഐക്യരാഷ്ട്രസഭയിൽ ഇറാന്റെ സ്ഥിരം പ്രതിനിധി അല്ലെ അവരുടെ അംബാസഡർ അമീർ സയ്യിദ് ഇർവാനി ഈ ജനറൽ കൗൺസിലിനും അതിലെ സെക്രട്ടറി ജനറലിനും ഒക്കെ നൽകിയ ഒരു കത്തിലെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. യുക്രൈൻ ഈ യുദ്ധത്തിൽ ഇടപെടുന്നു എന്നുള്ള ഒരു ഗുരുതരമായ ആരോപണമാണ് ഇറാൻ ഉന്നയിച്ചിരിക്കുന്നത്. കൃഷ്ണ ഗോകുൽ. ശരി, മധുകൊട്ടാരക്കരയാണ് അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഏതായാലും യുദ്ധത്തിൽ നിന്ന് ഈ സംഘർഷത്തിൽ നിന്ന് പിന്മാറുന്നു, ആക്രമണങ്ങളിൽ നിന്ന് പിന്മാറ്റം ഉടൻ ഉണ്ടാകും എന്നൊരു സൂചനയാണ് അമേരിക്കയിൽ നിന്ന് വരുന്നത്. ഇനി ജലീൽ കണ്ണമംഗലത്തിലേക്കാണ് പോകുന്നത്. ജിദ്ദയിൽ നിന്ന് ജലീൽ ചേരുന്നു. ജലീൽ, ഈ ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണം ഇറാൻ ഒരു വശത്ത് അങ്ങനെ തുടരുകയാണ്. എന്താണ് നിലവിലെ സൗദിയിലെ സാഹചര്യം? ഗോകുൽ, കൃഷ്ണ, സൗദിക്ക് നേരെ ഇന്നും ആക്രമണ ശ്രമം ഉണ്ടായിട്ടുണ്ട്. 2 ഡ്രോണുകൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ തകർത്തതായി പ്രതിരോധ മന്ത്രാലയം. ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. രാത്രിയും പകലുമായി ഡ്രോണുകളും മിസൈലുകളും ഒക്കെ ഉപയോഗിച്ച് നിരന്തരം സൗദിക്ക് നേരെ ഇറാന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടാവുകയാണ്. ഈ അമേരിക്കൻ താവളങ്ങളും ഓയിൽ പ്ലാന്റുകളും ഉൾപ്പെടെ സാമ്പത്തിക സ്രോതസ്സുകളൊക്കെ ലക്ഷ്യമിട്ടാണ് ഈ ആക്രമണങ്ങൾ നടക്കുന്നത്. ഈ പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഇന്നലെ 12 ഡ്രോണുകളും 8 മിസൈലുകളും ഉപയോഗിച്ച് സൗദിക്ക് നേരെ ആക്രമണം ഉണ്ടായി. എല്ലാം പ്രതിരോധ സേന തകർത്തു. അൽഖർജിൽ മധ്യമേഖലയിലെ അൽഖർജ് തകർക്കപ്പെട്ട ഡ്രോണുകളുടെ അവശിഷ്ടങ്ങൾ പതിച്ച് 9 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഇന്നലെ പകൽ ഏതാനും വാഹനങ്ങൾക്കും ഭാഗികമായ നാശനഷ്ടങ്ങളുണ്ടായി. 2 പേർക്ക് നിസ്സാര പരിക്കേറ്റു. ഇതിൽ ഒരാൾ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ആശുപത്രി വിട്ടതായി മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഈ സമയത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം പങ്കുവെക്കാനുള്ളത് യുദ്ധവുമായി ബന്ധപ്പെട്ട് ആവശ്യമില്ലാത്ത പോസ്റ്റുകൾ
സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ച നിരവധി പേർ സൗദിയിൽ പിടിയിലായിട്ടുണ്ട്. ഇതിൽ പലരും ഇന്ത്യക്കാരാണ്. പ്രവാസികളെയും സ്വദേശികളെയും ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ കൃത്യമായ ഇടപെടലുകൾ ഭരണാധികാരികൾ ചെയ്യുന്നുണ്ട്. എന്നിട്ടും ശത്രുക്കളെ പിന്തുണച്ചുകൊണ്ട് ആക്രമണങ്ങളെ അനുകൂലിച്ചുകൊണ്ട് പോസ്റ്റർ ഇടുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുകയാണ് പലരും. ഇത് ഗൗരവമേറിയ കുറ്റകൃത്യമാണ് എന്നാണ് മന്ത്രാലയം പറയുന്നത്. ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഈ മേഖലയിലെ യുദ്ധ സാഹചര്യത്തിൽ വിദേശ ഹജ്ജ് ഉംറ തീർത്ഥാടകരുടെ സുരക്ഷയ്ക്കായി ഈ സൗദി പ്രത്യേക കൺട്രോൾ റൂം സജ്ജമാക്കിയിട്ടുണ്ട്. സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുമായി ചേർന്നാണ് ഇതിന്റെ പ്രവർത്തനം. വിദേശ രാജ്യങ്ങളിലുള്ള ഈ അതിഥികൾ, വിദേശ രാജ്യങ്ങളിൽ നിന്നും സൗദിയിലേക്ക് വരുന്ന ഈ തീർത്ഥാടകർക്ക് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ മക്കയിലും മദീനയിലും എത്താനുള്ള സാഹചര്യം ഒരുക്കുകയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. അതോടൊപ്പം സൗദിയിലെ യാത്ര, താമസം, ചികിത്സ തുടങ്ങിയ വിവിധ മേഖലകളിൽ ഉണ്ടാകാനിടയിലുള്ള ഈ വെല്ലുവിളികൾ ഈ കൺട്രോൾ റൂം നിരീക്ഷിക്കുകയും ചെയ്യും. തീർത്ഥാടകർക്ക് പരാതികളോ തടസ്സങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് അടിയന്തരമായി പരിഹരിക്കാൻ പ്രത്യേക ഉദ്യോഗസ്ഥരെ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ആധുനിക ഈ സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് തീർത്ഥാടകരുടെ നീക്കങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും ഒക്കെ തത്സമയം ഈ കൺട്രോൾ റൂം വിലയിരുത്തും. ഹജ്ജ് തീർത്ഥാടനം തുടങ്ങുകയാണ്. 2 ആഴ്ച കഴിഞ്ഞാൽ തീർത്ഥാടകർ, ഇന്ത്യയിൽ നിന്നുള്ള ഉൾപ്പെടെയുള്ള തീർത്ഥാടകർ 2 ആഴ്ച കഴിഞ്ഞാൽ സൗദിയിൽ എത്തി തുടങ്ങും. തീർത്ഥാടകരെ സ്വീകരിക്കാൻ എല്ലാ ഒരുക്കങ്ങളും സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പോഴേക്കും യുദ്ധം അവസാനിക്കും എന്നൊരു പ്രതീക്ഷയിലാണ് എല്ലാവരും ഉള്ളത്. യുദ്ധം തുടരുകയാണെങ്കിൽ അത് പല വിദേശ തീർത്ഥാടകരുടെയും യാത്രയെ പ്രത്യേകിച്ച് ബാധിക്കും എന്നതിൽ യാതൊരു സംശയമില്ല. ഗോകുൽ, കൃഷ്ണ. എന്തായാലും സംഘർഷം അവസാനിക്കട്ടെ, എല്ലായിടത്തും സമാധാനം ഉണ്ടാകട്ടെ എന്ന പ്രതീക്ഷയാണ്. ഈ ഒരു യുദ്ധത്തിന് പല ലക്ഷ്യങ്ങൾ പറയുമ്പോൾ, അതായത് ഇറാനിലെ ഭരണകൂട മാറ്റം, ഇറാനിലെ ന്യൂക്ലിയർ വെപ്പൺസ് അവിടെയുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ട്രംപിന്റെ കണ്ണ് എണ്ണയിലായിരുന്നു എന്ന ഒരു സൂചനയുണ്ട്. അതുതന്നെയാണ് ഈ 1987 അഭിമുഖം വീണ്ടും പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് തോന്നുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത് തുടർന്ന് ഇന്ത്യ സംഘർഷത്തിൽ നയതന്ത്രത്തിലൂടെയും ചർച്ചകളിലൂടെയും അയവ് വരുത്താൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പോർച്ചുഗീസ് വിദേശകാര്യമന്ത്രി പൗലോ റാങ്കേലുമായി സംസാരിച്ചു. ഇരു നേതാക്കളും പശ്ചിമേഷ്യൻ സാഹചര്യത്തിലെ അഭിപ്രായങ്ങൾ പങ്കുവച്ചു. ഇന്ത്യൻ ആഘാതങ്ങൾ കുറയ്ക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമം നടത്തുന്നുണ്ട്. അടുത്ത ദിവസങ്ങളിൽ LPGയുമായി കൂടുതൽ ഇന്ത്യൻ എണ്ണ ടാങ്കറുകൾ ഹോർമൂസ് കടക്കുമെന്നാണ് ഷിപ്പിംഗ് മന്ത്രാലയം പ്രതീക്ഷ പങ്കുവയ്ക്കുന്നത്. വരും ദിവസങ്ങളിലെ കപ്പൽ നീക്കം ഇന്ത്യക്ക് അതീവ നിർണായകമാണ്. LPGയുമായി ഹോർമൂസ് കടലെടുക്ക് കടന്ന കൂടുതൽ ഇന്ത്യൻ ടാങ്കറുകൾ ഉടൻ രാജ്യത്തെ തുറമുഖങ്ങളിലേക്ക് എത്തും. BWTYR എന്ന കപ്പലാണ് ആദ്യം മുംബൈ തീരത്തെത്തുക. BWELM എന്ന LPG ടാങ്കർ ഏപ്രിൽ 2 മുൻപ് മംഗളൂരു തുറമുഖത്ത് നങ്കൂരമിടും. 2 കപ്പലുകളിലുമായി 94,000 മെട്രിക് ടണ്ണിലധികം LPG ഉണ്ട്. പേർഷ്യൻ ഗൾഫ് മേഖലയിലുള്ള 18 ഇന്ത്യൻ ടാങ്കറുകൾക്ക് കൂടി ഹോർമൂസ് കടക്കാനുടൻ അനുമതി ലഭിക്കുമെന്ന് ഷിപ്പിംഗ് മന്ത്രാലയം പ്രതീക്ഷ പങ്കുവച്ചു. രാജ്യത്ത് ഇന്ധന പ്രതിസന്ധിയില്ലെന്ന് കേന്ദ്ര സർക്കാർ ആവർത്തിച്ചു. രാജ്യത്തെ ജനസംഖ്യാ കണക്കെടുപ്പ് പ്രക്രിയയ്ക്ക് ഇന്ന് തുടക്കമാവുകയാണ്. 2 ഘട്ടങ്ങളിലായാണ് സെൻസസ് നടപ്പാക്കുന്നത്. ഇന്ന് ആരംഭിക്കുന്ന ആദ്യഘട്ടത്തിലെ ഭവന സെൻസസിൽ വീടുകളുടെ തരം, ലഭ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ, വീട്ടിലുള്ള ആസ്തികൾ തുടങ്ങിയ വിവരങ്ങളാണ് ശേഖരിക്കുക. അടുത്ത വർഷം നടക്കുന്ന 2ാം ഘട്ടത്തിലാണ് വ്യക്തിഗത വിവരങ്ങളും ജാതി വിവരങ്ങളും ഉൾപ്പെടെയുള്ള ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തുക. കേരളത്തിൽ ആദ്യഘട്ട സെൻസസ് ജൂണിൽ തുടങ്ങും. സെൽഫ് എന്യൂമറേഷന് ജൂൺ 16 മുതൽ ജൂൺ 30 വരെ സമയമുണ്ടാകും. ജൂലൈ 1 മുതൽ ജൂലൈ 30 വരെ സെൻസസ് ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി വിവരശേഖരണം നടത്തും. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസ് എന്ന പ്രത്യേകതയോടെയാണ് നടപടികൾ ആരംഭിക്കുന്നത്. കോട്ടയം ഏറ്റുമാനൂർ ക്ഷേത്രത്തിന് സമീപം വൻ തീപിടുത്തം. അമ്പലത്തിനോട് ചേർന്നുള്ള വ്യാപാര സമുച്ചയത്തിനാണ് തീപിടിച്ചത്. കടകൾ പൂർണ്ണമായും കത്തിനശിച്ചു. വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ ആണ് ചേരുന്നത്. ടോബി, ഗുഡ് മോർണിംഗ്. എങ്ങനെയായിരുന്നു ഈ തീപിടുത്തത്തിന്, എന്തായിരുന്നു കാരണം? തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഷോർട്ട് സർക്യൂട്ട് ആണോ എന്നൊരു സംശയമാണ് ഫയർഫോഴ്സിനും അതുപോലെ തന്നെ പോലീസിനും എല്ലാം ഉള്ളത്. എന്തായാലും ഇന്നലെ അർദ്ധരാത്രിയായിരുന്നു, ഏകദേശം 2 മണിയോട് കൂടിയാണ് ഈ തീപിടുത്തം ഉണ്ടായതെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. തുടർന്ന് ഫയർഫോഴ്സ് എത്തുകയും തീ അണയ്ക്കുകയും ചെയ്തു. രാത്രി ആയതുകൊണ്ട് തന്നെ ആരും ഈ കടകളിലില്ല. ഇതൊരു വ്യാപാര സമുച്ചയമാണ്, 2 നില കെട്ടിടമാണ്. അതിൽ ഏകദേശം 5ഓളം കടകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ കടകളിൽ ഇതിൽ നിന്നും എങ്കിലും തീ വിടർന്നതാകാനുള്ള സാഹചര്യമുണ്ട് എന്ന് തന്നെയാണ് ഫയർഫോഴ്സും ഒക്കെ പോലീസും ഒക്കെ പറയുന്നത്. മുകളിലത്തെ നിലയിലുള്ള കടകളാണ് പൂർണ്ണമായിട്ടും കത്തി നശിച്ചത്. നാട്ടുകാരും അതുപോലെ തന്നെ ഫയർഫോഴ്സും ചേർന്ന് ഏകദേശം 2 മണിക്കൂർ കൊണ്ടാണ് ഈ തീ അണച്ചത്. ക്രിസ്റ്റീന. ശരി, ടോബി ജോൺസൺ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്. ഇനി കാണാം മണ്ഡലം ചുറ്റും മഹിളകൾ. മൈജി ഫ്യൂച്ചർ മണ്ഡലം ചുറ്റും മഹിളകൾ സമർപ്പിക്കുന്നത് മൈജിയാണ് ഫ്യൂച്ചർ. കോ
സ്പോൺസർഡ് ബൈ ആഘോഷങ്ങൾ നടക്കട്ടെ വോക്കൊരു പ്ലസ് കല്യാൺ ഹോംസ്. ഒന്നായി ജീവിക്കാം, നന്നായി ജീവിക്കാം. മണ്ഡലം ചുറ്റും മഹിളകൾ പയ്യന്നൂർ നിയോജക മണ്ഡലത്തിലാണ്. പടോളിയിലെ മുറുക്ക് നിർമ്മാണ യൂണിറ്റിൽ നിന്ന് അനുജ രാജേഷും സ്മിത ഹരിദാസും ചേരുന്നു. നമ്മളിപ്പോൾ പയ്യന്നൂർ മണ്ഡലത്തിലാണുള്ളത്. പയ്യന്നൂർ മണ്ഡലത്തിലെ പടോളിയിൽ ഒരു അരിമുറുക്ക് നിർമ്മാണ കേന്ദ്രമുണ്ട്. അരിമുറുക്ക് ഇങ്ങനെ ഒരുപാട് എന്താ പറയുക ഹോൾസെയിലായിട്ട് ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഇത് പല സ്ഥലങ്ങളിലേക്കും, അതായത് GCC രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്ന ഒരു കേന്ദ്രം കൂടിയാണ് അല്ലേ അനുജ? അപ്പോൾ ഇവിടെ ഒരുപാട് പേരുണ്ട് പണികളിൽ, വ്യത്യസ്ത കാര്യങ്ങളായിട്ട് ഇവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെ മുതൽ തന്നെ അവർ ജോലി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് കാണുമ്പോൾ നല്ല രസമാണ്, പക്ഷേ ഇവർ ഒറ്റ ഇരിപ്പിലിരുന്നാണ് അല്ലേ, എത്രയോ മുറുക്കുകളാണ് ഒരേ സമയം ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കി വെക്കുന്നത് എന്നുള്ളതാണ്. മുറുക്ക് നിർമ്മാണവും ഒരു കലയാണെന്ന് ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. എന്ത് കലാപരമായിട്ടാണോ അത് ചെയ്ത് ഇങ്ങനെ പോകുന്നതെന്ന് അറിയാം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ആ വിഷ്വൽസ് ഒക്കെ പ്രേക്ഷകർക്ക് കാണുമ്പോൾ മനസ്സിലാവും. ചേച്ചി, ഈ മുറുക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നതിന്റെ ഇടയിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ടല്ലോ അല്ലേ? പയ്യന്നൂർക്കാർക്ക് തീർച്ചയായിട്ടും അത് ഉണ്ടാവും അറിയാം. ഉണ്ട്. എങ്ങനെയുണ്ട് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണവും? പാർട്ടി അനുഭാവിയാണ്, പ്രവർത്തിക്കുന്നുണ്ട്. അതെയോ? അപ്പൊ ഈ പാർട്ടിയിൽ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇത്തവണത്തെ UDF സ്ഥാനാർത്ഥി തന്നെ ആ രീതിയിൽ, അപ്പോൾ അതൊക്കെ നമ്മൾ വോട്ടർമാരെ സ്വാധീനിക്കും വോട്ട് ചെയ്യാൻ പോകുമ്പോൾ? എന്താണ് ആ പാർട്ടീനെ അങ്ങനെ ബാധിക്കും തോന്നുന്നില്ല. എന്താ വെച്ചാൽ മുന്നേ ഇല്ലതല്ലേ. പിന്നെ സോഷ്യലിസ്റ്റ് പറയുമ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പോകുന്നത്. പ്രചാരണത്തിനൊക്കെ പോകാറുണ്ടോ? പരിപാടിയിലെല്ലാം പങ്കെടുക്കുന്നത് പാർട്ടീൻ്റെ. അതിനൊക്കെ സമയം എപ്പോഴാണ്? വൈകുന്നേരം വിളിച്ചാൽ മാത്രം. ഇവിടെയാണ് ഇത് എണ്ണയിലേക്ക് ഇടുന്നത്. അവിടെ ഇവരത് ഉണ്ടാക്കി വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് അത് എണ്ണയിൽ ഇടുന്നു. അതാണ് മുറുക്കായി മാറുന്നത്. അപ്പൊ ഈ ചേട്ടനോട് കൂടി ചോദിച്ചു. ചേട്ടൻ പയ്യന്നൂരുകാരൻ തന്നെ? ഞാൻ പയ്യന്നൂർ ഇവിടെ തന്നെ. എത്ര കാലമായി ഇവിടെ? പയ്യന്നൂര് ജനിച്ചതും വളർന്നതൊക്കെ ഇവിടെ തന്നെയാണ്. ഇവിടെ ജോലി ചെയ്യുന്നത്? ഞാൻ ഇതിന്റെ ഉടമയാണ്. അപ്പൊ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ കുറിച്ച് എന്താ പറയാനുള്ളത്? തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് LDF അധികാരത്തിൽ വരണം, ജനങ്ങൾക്ക് ഗുണപ്രദമായ നിലയിലേക്കാണ് LDFന്റെ പ്രവർത്തനങ്ങൾ. UDF എന്ന് പറഞ്ഞാൽ അഴിമതി ആണ് മുഖ്യമായി നടക്കുന്നത്. അപ്പോൾ LDF ജയിക്കണം, പിണറായി വിജയൻ അധികാരത്തിൽ വരണം എന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം. ഇവിടെ ഈ മണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോൾ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ അതിശക്തമായി നടക്കുന്നുണ്ട്. അപ്പോൾ MLA ജയിച്ചു വരണം എന്നാണ് നമ്മളൊരാഗ്രഹം. എന്താണ് ഇപ്പൊ ഇത്ര വർഷമായി ഇവിടെ ജോലി ചെയ്യുന്നു? 20 വർഷം ഈ സ്ഥാപനത്തിൽ. ഇവിടെ തൊട്ടടുത്താണോ വീട്? തൊട്ടടുത്ത് ഒരു 10 കിലോമീറ്റർ. അപ്പൊ തെരഞ്ഞെടുപ്പിലെ ഒരു സൂക്ഷ്മമായി നിരീക്ഷിക്കാറുണ്ടോ ഇപ്പോഴത്തെ രാഷ്ട്രീയം? നമ്മൾ ഇടതുപക്ഷത്തിന്റെ ഇപ്രാവശ്യം അതുപോലെ തന്നെ. സിറ്റിംഗ് MLAക്ക് തന്നെ വോട്ട് ചെയ്യും. സിറ്റിംഗ് MLA തന്നെ ജയിക്കുകയും ചെയ്യും. സർക്കാരിനെ കുറിച്ചിട്ട് പിന്നെ പറയാനില്ലല്ലോ. എന്തായാലും 10 കൊല്ലം, ഇനി 15 കൊല്ലം. ഉറപ്പാണ്. എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണവും? ഇവിടുത്തെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായല്ലോ, അപ്പൊ ഇത്തവണ എങ്ങനെയുണ്ട്? ഈ പ്രശ്നങ്ങളൊന്നും തെരഞ്ഞെടുപ്പില് വോട്ടേഴ്സിനെ സ്വാധീനിക്കോ? ഇല്ല. നമ്മുടെ ഇപ്പോഴത്തെ സർക്കാർ വന്നിപ്പോ 10 വർഷമായില്ലേ. അപ്പൊ ഈ സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിലൊക്കെ എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു ഇത്? നന്നായിട്ട് പോകുന്നുണ്ടോ? അത് നല്ലൊരു കാര്യം ചെയ്തു തരുന്നുണ്ട്. വീട്ടമ്മമാർക്ക് 1000 രൂപ പെൻഷൻ, അത് നല്ലൊരു കാര്യം തന്നെയാണ്. അത് നല്ല കാര്യമാണ്. അപ്പൊ അതിൽ ഹാപ്പിയാണ്. പിന്നെ ഇനി എന്തെല്ലാം കാര്യങ്ങൾ വരണം? അതുപോലെ റോഡിന്റെ കാര്യമൊക്കെ ചിലർ പറയണൊക്കെ. ഇപ്പൊ നമ്മുടെ യാത്രകളൊക്കെ എങ്ങനെയുണ്ട്? റോഡൊക്കെ നല്ലതാണോ? വികസനം ഉണ്ടായിട്ടുണ്ടോ? റോഡിന് വികസനം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ പയ്യന്നൂരിൽ നിന്ന് നേരെ നമ്മൾ പിറവത്തേക്കാണ് പോകുന്നത്. പിറവത്തേക്ക് പോകുന്നതിന് മുമ്പ് ഒരു രാജ്യാന്തര വാർത്തയുടെ അപ്ഡേറ്റ് കൂടിയുണ്ട്. അതായത് ഈ ഇറാനെതിരായ ഈ സംഘർഷം അത് എന്തിനാണെന്ന് മിനിമം അമേരിക്കക്കാരോടെങ്കിലും വിശദീകരിക്കേണ്ട ഒരു ധാർമ്മിക ഉത്തരവാദിത്വം ഡൊണാൾഡ് ട്രംപിനുണ്ട്. അതുകൊണ്ട് തന്നെ കാരലിൻ ലെവിറ്റ്, അവരുടെ സ്പോക്സ് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറിയാണ്, പറഞ്ഞിരിക്കുകയാണ് ടുമോറോ നൈറ്റ് അറ്റ് 9 PM ET പ്രസിഡന്റ് ട്രംപ് വിൽ ഗിവ് ആൻ അഡ്രസ് ടു ദ നേഷൻ ടു പ്രൊവൈഡ് ആൻ ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് ഓൺ ഇറാൻ. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടായിരുന്നു ഈ യുദ്ധം എങ്ങനെയായിരിക്കാം അവസാനിപ്പിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹം രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. നാളെ രാത്രി, അതായത് വ്യാഴാഴ്ച രാത്രി 9 മണിക്ക് ഇന്ത്യൻ സമയം, എനിക്ക് തോന്നുന്നു 6:30-ക്കായിരിക്കാം ഈ ഒരു അഭിസംബോധന ഉണ്ടാവുക. ശരി, അപ്പോൾ ആ അപ്ഡേറ്റിൽ നേരെ നമ്മൾ പിറവത്തേക്ക് പോവുകയാണ്. കേരള കോൺഗ്രസ് നേർക്കുനേർ മത്സരിക്കുന്ന പിറവ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിക്കെതിരെ UDF സ്ഥാനാർത്ഥി അനൂപ് ജേക്കബ്. പിറവത്തെ LDF സ്ഥാനാർത്ഥിയെ കേരള കോൺഗ്രസുകാരനായി ജനം അംഗീകരിക്കുന്നില്ലെന്ന് അനൂപ് ജേക്കബ് 24-നോട് പറഞ്ഞു. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സാബു കെ ജേക്കബിനെ മാറ്റി നിർത്തിയതാണെന്നും അദ്ദേഹം പറഞ്ഞു. താൽക്കാലിക നേട്ടത്തിനായാണ് അദ്ദേഹം LDF-ൽ പോയതെന്നും അനൂപ് ജേക്കബിന്റെ ആരോപണം.
സ്ഥാനാർത്ഥികളൊക്കെയും തിരക്കിട്ട പ്രചരണത്തിലാണ്. നമ്മളിപ്പോൾ ഉള്ളത് പിറവം മണ്ഡലത്തിലാണ്. പിറവം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി അനൂപ് ജേക്കബ് നമ്മോടൊപ്പം ചേരുകയാണ്. എവിടെ വരെ പ്രചരണങ്ങൾ? സ്ഥാനാർത്ഥി പര്യടനം ഇപ്പോൾ നടക്കുകയാണ്. ഇന്ന് മണീട് പഞ്ചായത്തിലാണ് സ്ഥാനാർത്ഥി പര്യടനം. ഒപ്പം തന്നെ കുടുംബയോഗങ്ങളും സ്ക്വാഡ് വർക്കുകളും ഒക്കെ വളരെ സജീവമായി മുമ്പോട്ട് പോകുന്നു. UDFനെ സംബന്ധിച്ച് നല്ലൊരു ശുഭപ്രതീക്ഷയാണ് ഞങ്ങൾക്ക് ഇത്തവണയും പിറവത്തെ സംബന്ധിച്ചുള്ളത്. അതുകൊണ്ട് നല്ലൊരു വിജയം ഐക്യനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് പിറവത്ത് ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. 2021 എറണാകുളം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം അങ്ങനെ ലഭിച്ചത് 25,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ്. ഇത്തവണ അതിൽ കൂടുതൽ ലഭിക്കുന്നതാണ് പ്രതീക്ഷ. ഞാൻ ഭൂരിപക്ഷം പ്രഡിക്റ്റ് ചെയ്യാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതൊക്കെ ജനങ്ങൾ തീരുമാനിക്കേണ്ട ഒരു ഭാഗമാണ്. മികവാർന്ന ഭൂരിപക്ഷം ഉണ്ടാവും. കഴിഞ്ഞ ഭൂരിപക്ഷം കുറയില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അത് വർദ്ധിക്കാം. നമുക്കറിയാം, കഴിഞ്ഞ UDF സർക്കാരിൽ മന്ത്രിയായിരുന്നു അങ്ങ്, ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയായിരുന്നു. അപ്പോൾ ഇത്തവണ പിറവൂർക്കാർക്ക് ആഗ്രഹിക്കാം ഒരു മന്ത്രിസ്ഥാനം ഉണ്ടെന്നുള്ളത്. ഞങ്ങളിപ്പോൾ ഐക്യനാധിപത്യ മുന്നണി അധികാരത്തിൽ വരിക എന്ന ഒരൊറ്റ ലക്ഷ്യത്തിലേക്കാണ് ഞങ്ങൾ നീങ്ങുന്നത്. മന്ത്രിസഭയുടെ കാര്യമൊക്കെ സ്വാഭാവികമായിട്ടും അതിനുശേഷം ചർച്ച ചെയ്ത് കൃത്യമായ തീരുമാനങ്ങളുണ്ടാകും. എല്ലാ കക്ഷികൾക്കും അതിൻ്റെതായ പ്രാതിനിധ്യമുണ്ടല്ലോ. പിറവം മണ്ഡലത്തിലെ രണ്ട് കേരള കോൺഗ്രസ്സുകാർ തമ്മിലുള്ള ഒരു മഹായുദ്ധം തന്നെ വേണമെങ്കിൽ പറയാം. ആ രീതിയിലേക്കുള്ള ഒരു പ്രചരണ പരിപാടികൾക്കാണ് ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് ആ ഒരു പ്രചരണ പരിപാടികൾ? അദ്ദേഹത്തെ കേരള കോൺഗ്രസ്സുകാരായിട്ടും LDF സ്ഥാനാർത്ഥിയായിട്ട് അംഗീകരിക്കുന്നുണ്ടോ എന്ന് അവരോട് തന്നെ ചോദിക്കേണ്ട കാര്യമാണ്. അദ്ദേഹം ഞാനതിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു അവസരവാദ രാഷ്ട്രീയം എന്ന നിലയിൽ മാത്രമേ അത് കാണാൻ കഴിയുള്ളൂ. അങ്ങനൊരു അദ്ദേഹം ഒരു മത്സരം എന്ന നിലയിൽ അതിനെ ഞങ്ങൾ കാണുന്നു. പക്ഷേ അതൊരു കഠിനമായ മത്സരം എന്ന നിലയിലൊന്നും കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇതിൻ്റെ അകത്തൊരു ഞങ്ങളൊരു സേഫ് സോണിൽ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. ജനങ്ങളുടെ വലിയൊരു പിന്തുണ UDFനുണ്ട്. എതിർ സ്ഥാനാർത്ഥി എന്നത് ഇന്ന ആളാണ് എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചൊരു വിഷയമല്ല. എന്തായാലും ഒരു സ്ഥാനാർത്ഥി. കൂടുതൽ വാർത്തകളിലേക്കാണ്. ഗോകുലെ ഈ ഇടിവെട്ടിയവന്റെ തലയെ പാമ്പ് കടിച്ചെന്ന് പറഞ്ഞതുപോലെ ഈ LPG സിലിണ്ടർ ക്ഷാമം അതിരൂക്ഷമായി തുടരുമ്പോൾ വാണിജ്യ സിലിണ്ടറുകളുടെ വില കുത്തനെ കൂട്ടിയിരിക്കുകയാണ്. 19 കിലോ സിലിണ്ടറിന് 195 രൂപ 50 പൈസയാണ് വർദ്ധിപ്പിച്ചത്. അർജുൻ പീതാംബരൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അർജുൻ, ഒന്നാമത് ഈ വാണിജ്യ സിലിണ്ടർ കിട്ടാതെ പല ഹോട്ടലുകളും ചായക്കടകളും പൂട്ടിയ അവസ്ഥ. പലരും കരിഞ്ചന്തയിൽ വലിയ വില കൊടുത്താണ് അല്ലെങ്കിൽ കൊള്ള വില കൊടുത്താണ് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഈ വില കൂട്ടിയാൽ ഇനി കരിഞ്ചന്തക്കാരുൾപ്പെടെ തീവെട്ടിക്കൊള്ള നടത്തുന്നത് ഉറപ്പാണ്. പക്ഷേ സാഹചര്യം അതിഗുരുതരമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. UAE-യിലടക്കം ഇന്ധനവില കൂട്ടിയ സമയത്താണ് ഈ വർധന ഉണ്ടാകുന്നത്. സർക്കാരിന് എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടൽ സാധ്യമാവാത്ത നിലയിലാണോ കാര്യങ്ങൾ പോകുന്നത്? ക്രിസ്റ്റീന, ഗോകുൽ, ഇതിപ്പോൾ സിലിണ്ടർ പ്രതിസന്ധി മാത്രമല്ല, അന്താരാഷ്ട്ര വിലയിലെ വർധനവ് കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എണ്ണ വിതരണ കമ്പനികളെല്ലാം തന്നെ, പൊതുമേഖല എണ്ണ കമ്പനികളെല്ലാം പോകാൻ പ്രേരിപ്പിച്ചത് എന്നുള്ളൊരു കാര്യമാണ് നിലവിൽ എന്തായാലും റിപ്പോർട്ടുകളായി ലഭിക്കുന്നത്. 195.50 രൂപയുടെ വർധനവാണ്. അത് വലിയ വർധനവാണ് ഈ വാണിജ്യ സിലിണ്ടറുകളെ സംബന്ധിച്ച് ഉണ്ടായിരിക്കുന്നത്. കൊൽക്കത്തയിൽ 218 രൂപയുടെ വർധനവ് കൂടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളൊരു വിവരമാണ് അവിടെയുള്ള ഹോട്ടലുകളിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് വലിയ വർധനവാണ്. നേരത്തെ മാർച്ച് മാസത്തിന്റെ തുടക്കത്തിൽ 114 രൂപ 19 കിലോ കൊമേഴ്ഷ്യൽ സിലിണ്ടർ വാണിജ്യ സിലിണ്ടറിന്റെ കാര്യത്തിൽ വർദ്ധിപ്പിച്ചിരുന്നു. ഇത് ഹോട്ടലുകളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള തിരിച്ചടിയുള്ളത്. ഇതിനോടകം തന്നെ പലയിടത്തും ഹോട്ടലുകൾക്ക് വാണിജ്യ സിലിണ്ടറുകൾ ലഭിക്കുന്നില്ല. മാത്രമല്ല കരിഞ്ചന്തയിൽ തന്നെ വലിയ വില കൊടുത്ത് അവർ വാങ്ങുന്നുണ്ട്. ഇതിന്റെ വിലയെല്ലാം പ്രതിഫലിക്കുന്നത് ആളുകൾ ഭക്ഷണം വാങ്ങാൻ ചെല്ലുമ്പോൾ ഭക്ഷണത്തിന്റെ വിലയും വലിയ തോതിൽ വർദ്ധിക്കുന്നു. ഈ ഓൺലൈൻ വഴി ഹോട്ടലുകളിൽ നിന്ന് ഫുഡ് വാങ്ങുന്ന സമയത്ത്, ഭക്ഷണം വാങ്ങുന്ന സമയത്ത് അതിന്റെയും വിലയിൽ വലിയ തോതിൽ വർധനവുണ്ടാകുന്നു. ഈ ഹോസ്റ്റലുകളെ സംബന്ധിച്ചും ആശുപത്രികളെ സംബന്ധിച്ചും എല്ലാം തന്നെ വലിയ രീതിയിൽ പ്രതിസന്ധിക്കിടയിലും അതിനിരട്ടി തിരിച്ചടി ഉണ്ടാകുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ വില വർധനവ് ഉണ്ടായിരിക്കുന്നത്. ഇനി ഇതിൽ കൂടുതൽ വില വർധനവ് ഉണ്ടാകുമോ എന്നുള്ള സംശയം കൂടി അടുത്ത നാളുകളിൽ അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ കൂടി. ഇപ്പോൾ സംവിധായകൻ രഞ്ജിത്തിനെ ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ജനറൽ ആശുപത്രിയിലാണ്, എറണാകുളത്തെ ജനറൽ ആശുപത്രിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഉയർന്ന രക്തസമ്മർദ്ദത്തെ തുടർന്നാണ് നേരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സയിൽ തുടർന്നത്. വിവരങ്ങളുമായി വിപിൻ സി വിജയനാണ് ചേരുന്നത്. മാധ്യമങ്ങളോട് രഞ്ജിത്ത് പ്രതികരിച്ചിട്ടില്ല. വിപിൻ, ഇപ്പോൾ എറണാകുളം ജനറൽ ആശുപത്രിയിൽ നിന്ന് സംവിധായകൻ രഞ്ജിത്തിനെ പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. കഴിഞ്ഞ രാത്രിയിൽ ഈ പറയുന്നത് പോലെ രക്തസമ്മർദ്ദം, അതേപോലെ തന്നെ ECG വേരിയേഷനൊക്കെ ഉണ്ടായിരുന്നത് നമുക്കറിയാം. ആ കടന്നുപോയ നാടകീയമായ സംഭവങ്ങളുടെ ഭാഗമാണ് ആയിരിക്കാം. അത് തന്നെയാണോ ഡോക്ടേഴ്സും പറയുന്നത്? ഇപ്പോൾ അദ്ദേഹത്തെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? വിവരങ്ങൾ. ഇപ്പോൾ നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോകുന്നത്. നോർത്ത് വനിതാ പോലീസ് സ്റ്റേഷനിലേക്കാണ് ഈ ഘട്ടത്തിൽ കൊണ്ടുപോകുന്നത്. പറഞ്ഞതുപോലെ തന്നെ ഈ പരാതി വ്യാജം എന്നുള്ളതാണ് പറയുന്നത്. തീർച്ചയായും എറണാകുളത്തെ ജനറൽ ആശുപത്രിയിൽ നിന്ന് ഇപ്പോൾ നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്കാണ് സംവിധായകൻ രഞ്ജിത്തിനെ കൊണ്ടുപോകുന്നത്. ഇന്നലെ രാത്രിയിലായിരുന്നു അതിനാടകീയമായി തൊടുപുഴയിൽ നിന്ന് രഞ്ജിത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചപ്പോൾ ഉയർന്ന രക്തസമ്മർദ്ദത്തെ തുടർന്നാണ്
എറണാകുളത്ത് ജനറൽ ആശുപത്രിയിൽ ചികിത്സയെ തുടർന്നതും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളില്ലെന്ന് ഡോക്ടേഴ്സ് പിന്നീട് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇനി തുടർ നടപടികളിലേക്കായിരിക്കും പോലീസ് പോവുക. യുവനടിയുടെ പരാതിയെ തുടർന്നാണ് ഇപ്പോൾ മൂന്നാമതൊരു പരാതിയാണ് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ. കഴിഞ്ഞ ഒരു ചരിത്രമെടുത്താൽ 2 പരാതികൾ, അത് ഏതാണ്ട് കേസുകൾ അവസാനിച്ചു. ഇപ്പോൾ മൂന്നാമതൊരു പരാതി ഉയർന്നിരിക്കുന്നു. അതിലാണിപ്പോൾ ഈ കസ്റ്റഡി എടുത്തത്. വിപിൻ സി, തുടരാം. യെസ് ഗോകുൽ, പരാതി വ്യാജം എന്നുള്ളത് ആവർത്തിക്കുകയാണ് രഞ്ജിത്ത്. ഇങ്ങനെ ഒരു പരാതി വരാനുണ്ടായ കാരണം എന്ത് എന്നുള്ള ചോദ്യത്തിന് അറിയില്ല എന്നുള്ള ഒരു ആംഗ്യം കാണിച്ചുകൊണ്ട് രഞ്ജിത്ത് ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ നിന്നും, അതായത് ജനറൽ ആശുപത്രിയിൽ നിന്ന് ഇപ്പോൾ നോർത്ത് വനിതാ പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോകുന്നത്. വനിതാ പോലീസ് സ്റ്റേഷനിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മറ്റ് നടപടികൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നും മജിസ്ട്രേറ്റിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ അറിയുന്നത്. ഇന്നലെ തന്നെ മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് ഹാജരാക്കുമെന്നുള്ളതായിരുന്നു മനസ്സിലായിരുന്നത്. പക്ഷേ ആശുപത്രിയിൽ എത്തിച്ച സമയത്ത് ഉയർന്ന രക്തസമ്മർദ്ദവും ECGയിൽ വേരിയേഷനും കണ്ടതിനെ തുടർന്നാണ് അവിടെ അഡ്മിറ്റ് ചെയ്തത്. ഈ സമയത്താണ് വളരെ പ്രധാനമായും ഇന്നിപ്പോൾ രാവിലത്തെ പരിശോധനയിൽ ആ ഒരു വേരിയേഷനിൽ മാറ്റമുണ്ട്, അല്ലെങ്കിൽ രക്തസമ്മർദ്ദത്തിൽ കുറവുണ്ട് എന്ന് കണ്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ നിന്ന് വിടുകയും ഒപ്പം ഈ പോലീസ് സ്റ്റേഷനിലേക്ക് വാഹനം പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. അല്പസമയത്തിനകം തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. ഇന്നലെ തൊടുപുഴയിൽ വെച്ചായിരുന്നു ലൈംഗികാതിക്രമം എന്ന പരാതിയെ തുടർന്ന് നടൻ രഞ്ജിത്ത് അറസ്റ്റിലായിരിക്കുന്നത്. നേരിട്ട് DGPക്ക് ഈ പെൺകുട്ടി പരാതി നൽകുകയായിരുന്നു. സെറ്റിൽ വെച്ച ഫോർട്ട് കൊച്ചിയിൽ വെച്ചായിരുന്നു ഈ ഒരു പീഡന ശ്രമം എന്നുള്ളതും ഈ പരാതിയിൽ എടുത്തു പറയുന്നുണ്ടായിരുന്നു. ഫോർട്ട് കൊച്ചിയിലെ കാരവനിലേക്ക്, അതായത് അദ്ദേഹം സംവിധാനം ചെയ്യുന്ന സിനിമയുടെ സെറ്റിൽ തന്നെയാണ് ഈ ഒരു അതിക്രമം ഉണ്ടായതെന്ന് പറയുന്നു. കാരവനിലേക്ക് വിളിച്ചു വരുത്തുക, ഒരു ഡിസ്കഷൻ ഉണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഈ കേസിന്റെ സ്വഭാവം. അതുമായി ബന്ധപ്പെട്ട് പോലീസ് പിന്നീട് ഈ പെൺകുട്ടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുകയും അതിലൊരു കഴമ്പുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പ്രാഥമിക നടപടികളിലേക്ക്, അറസ്റ്റിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയുമായിരുന്നു. പക്ഷേ മൊഴിയെടുത്ത സമയത്ത് ഇപ്പോൾ അത് വ്യാജം എന്നുള്ളത് രഞ്ജിത്ത് ആവർത്തിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഇനി മജിസ്ട്രേറ്റിന്റെ മുൻപിൽ ഹാജരാക്കാനുള്ള നടപടികളിലേക്ക് കടക്കും എന്നുള്ളത് കൂടിയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേസിന്റെ തുടർ നടപടികളുടെ ഭാഗമായാണ് വൈദ്യപരിശോധനയും പൂർത്തിയാക്കി രക്തസമ്മർദ്ദത്തിലെ വേരിയേഷൻ ഉണ്ടായിരുന്നുകൊണ്ടാണ് ആശുപത്രിയിൽ തുടർന്ന് അതിനുശേഷം ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് പുറത്തിറക്കി നോർത്ത് സ്റ്റേഷനിലേക്കാണ്, വനിതാ സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെയാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കുകയാണ്. 3 കാലഘട്ടങ്ങളിലായി 3 ഇടങ്ങളിൽ നടന്ന പരാതികൾ അത് ഏത് രീതിയിലാണ് കേസിനെ മുന്നോട്ട് നയിക്കുന്നത് നമുക്ക് നോക്കാം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്.